പ്രൈസ് ദി ലോർഡ്. ലവ് ഫീസ്റ്റുകാരുടെ വയറ് നിറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു സദ്യ ദൈവം നമുക്ക് തന്നു അല്ലേ? ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ അഭിഷക്തദാസൻ സാംപാസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നമുക്ക് ആർക്കും ഒരു പരിചയമില്ലാത്ത വ്യക്തിയല്ല. ജോജി പാസ്റ്റർ ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ അനുഭവിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ ഫലം നമുക്ക് തന്നവനാണ്. ആമേൻ. ലവ് ഫീസ് സഭയോട് അദ്ദേഹം കാണിച്ച ആ വലിയ ത്യാഗത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് നന്ദി പറയുക. അദ്ദേഹത്തോട് എന്നും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബം ഒന്നടക്കം ക്രിസ്തുവിൽ അനേക ഇടങ്ങളിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമാണ്. ആമേൻ, ആമേൻ. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവദാസനെ ഞാൻ ഒരുങ്ങി വന്നത് തന്നെയാണ് പറഞ്ഞു കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇന്ന് അത്ഭുതം എങ്ങനെ പ്രാപിക്കാമെന്ന് അഭിഷേക് ദാസൻ നമ്മളോട് പറഞ്ഞ് ഞാനും അത് തന്നെയാണ് ഒരുങ്ങി വന്നിരിക്കുന്നത്. എങ്ങനെ വിടുതൽ പ്രാപിക്കാമെന്നാ ഞാൻ ഒരുങ്ങി വന്നിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെ. ആമേൻ. ഹലോ, നമുക്ക് വേണ്ട ദൈവമക്കളെ വിടുതലേ. യെസ്, നമുക്ക് കർത്താവ് പറയുക, ഡിസംബർ മാസത്തിലെ 31-ാം തീയതി ദൈവം തന്ന വചനം ഓർമ്മയുണ്ടോ? ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം വെളിപ്പെടുന്ന വർഷമാണ് 2026. ആമേൻ. ഇവിടെ അഭിഷക്തദാസൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, കർത്താവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് തൻ്റെ ശക്തിയാൽ അവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെങ്കിലും ഈ പ്രപഞ്ചത്തെ അവൻ സസ്റ്റെയിൻ ചെയ്യിക്കുന്നത് തൻ്റെ ജ്ഞാനത്താലാണ്. ആമേൻ. നമ്മളോട് 5-6 വർഷങ്ങൾക്ക് മുൻപേ ദൈവദാസൻ പറഞ്ഞതാണ്, നിങ്ങൾ ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എന്തിനാ? ജ്ഞാനത്തിന്. എന്ത് വേണ്ടി? ജ്ഞാനത്തിൻ്റെ വചനത്തെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് തുറന്നുതരാൻ പോകുകയാണെന്ന്. ആമേൻ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് സഭയിൽ ഡിക്ലെയർ ചെയ്യുവാൻ. ഇന്ന് മുതൽ ജ്ഞാനം എവിടെയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ പരാജയം നീങ്ങിപ്പോയിട്ടുണ്ട്. ജ്ഞാനം എവിടെയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ ചങ്ങലകൾ അഴിഞ്ഞിട്ടുണ്ട്. ജ്ഞാനം എവിടെയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ ഒരു വീട് പണി നടന്നിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശക്തിക്ക് കുറവില്ല, നമുക്ക് ആരാധനയ്ക്ക് കുറവില്ല, നമുക്ക് കുറവുള്ളത് ജ്ഞാനമാണ്. ഹല്ലേലൂയ. നോക്ക്, ഈ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് തന്നെ ദൈവത്തെ ആരാധിക്കുന്നതിൽ ജ്ഞാനമില്ലാതെ പോയ ഒരുവന്റെ പരാജയത്തെ വിളിച്ചു പറഞ്ഞിട്ടാണ്. ഹലോ, ഞാൻ ചിന്തിക്കാറുണ്ട്, ആ കയ്യിനെങ്ങാനും യാഗം കഴിക്കാതിരുന്നായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ എന്ന രീതിയിൽ അവൻ തൻ്റെ ബുദ്ധിയിൽ തൻ്റെ ജ്ഞാനത്തിൽ ആരാധിച്ചപ്പോൾ അതവന് ശാപമായി ഭവിച്ചു. ഭൂമിയിൽ ഒരിക്കലും ഒരു സ്ഥലത്തും ഇരിക്കാൻ കഴിയാതെ വണ്ണം ഭൂമിയിൽ ഉഴന്ന് നടക്കുന്നൊരു അനുഭവത്തിലേക്ക് ഒരു മനുഷ്യനെ തള്ളിയത് ജ്ഞാനമില്ലാത്ത ആരാധന കഴിച്ചതുകൊണ്ടാ. ഹലോ, പരിശുദ്ധന്മാർ പറയുക, ഇനി ഇന്ത്യയിൽ ഒരു ഉണർവ് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇത്ര പേരുള്ളൂ. കുറെ പേരൊന്നും കൈ ഉയർന്നിയല്ലോ. കേട്ടില്ലേ? ഇന്ത്യയിൽ ഒരു ഉണർവ് വെളിപ്പെടും. ഈ ആമയും പോരാ, ഇന്ത്യയിൽ ഒരു ഉണർവ് വെളിപ്പെടും. അത് കൊള്ളാം, നല്ല ആളാണ്. ആമേൻ. ഇന്ത്യയിൽ ഒരു ഉണർവ് വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതല്ല. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പ്രവചിക്കപ്പെട്ട് കിടക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ് ഇന്ത്യയിൽ ഒരു ഉണർവ് വെളിപ്പെടുമെന്നുള്ളത്. ആ ഉണർവ് കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഉണർവിൻ്റെ ബാക്കിയല്ല. കഴിഞ്ഞ കാലഘട്ടത്തിൽ വെളിപ്പെട്ട ഉണർവ് പോലെ ശക്തിയുടെ പ്രദർശനത്താലല്ല അത് വെളിപ്പെടാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ലവ് ഫീസ് സഭയോട് ഇടപെട്ട വചനം എന്ന് പറയുന്നത് നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകമാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ ജ്ഞാനമുള്ള മറഞ്ഞിരിക്കുന്ന
പ്രാർത്ഥിക്കുന്ന, ജീവനെ കളയാൻ തയ്യാറായ ഒരു പെൺകുട്ടിയിലൂടെ ഒരു ഉണർവ്, ഒരു പുതിയ പെരുന്നാൾ, ഒരു പുരീം പെരുന്നാൾ ഇന്ത്യ ആഘോഷിക്കുമെന്ന് പരിശുദ്ധാത്മാവേ ഞാൻ ദേശത്തോട് വിളിച്ചു പറയുന്നു. 7 പെരുന്നാളിന്റെ കൂടെ ചേർക്കത്തക്കവണ്ണം അതുവരെ മറഞ്ഞിരിക്കുന്ന ഒരു പുരീം വെളിപ്പെടും. തീർച്ചയായിട്ടും ഒരു പുരീം വെളിപ്പെടും. അത് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന 7 പെരുന്നാളുകളുടെ ബാക്കിയല്ല, അതൊരു പുതിയ പെരുന്നാളാ. അതിന് തുടക്കമായത് ഒരു സ്ത്രീയുടെ മേൽ ദൈവം തുറന്ന ജ്ഞാനമാ. അങ്ങനെയെങ്കിൽ ലൗഫി സഭയുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് പറയാ, ജ്ഞാനത്തിന്റെ കലവറകൾ അവൻ തുറക്കട്ടെ. ജ്ഞാനത്തിനെ തന്നെ സമ്പാദിക്കുക. സദൃശവാക്യത്തിൽ പറയുന്ന മുഴുവൻ ജ്ഞാനം സമ്പാദിക്കുക. പണം സമ്പാദിക്കാനല്ല പറഞ്ഞേ, ജ്ഞാനം സമ്പാദിക്കുക. നിങ്ങൾക്കറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഉമ്മൻചാണ്ടി. രാഷ്ട്രീയപരമായല്ല കേട്ടോ, ആ പേഴ്സണാലിറ്റിയോടുള്ള ഒരു സ്നേഹം എന്തുമാത്രം ആ ജനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം എന്ത് സ്മൂത്തായിട്ട് അറിയി നടക്കുന്നേ. എനിക്കത് പറ്റാറില്ല. എനിക്ക് അത്ര ഫ്രീഡത്തിൽ ജനത്തിൻ്റെ ഇടയിൽ നടക്കാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് മേലെ ആ ഒരു ഫ്രീഡമുണ്ട്. അത് തൻ്റെ പാർട്ടിക്കാരല്ലെങ്കിൽ പോലും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഉമ്മൻചാണ്ടി ഉയർത്താൻ വന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒരിക്കൽ കണ്ടു. ഉമ്മൻചാണ്ടി ലക്ഷങ്ങൾ കോടികൾ ബാഗിൽ സൂട്ട് കേസിൽ സൂക്ഷിച്ചിട്ടാണോ യാത്ര ചെയ്യാറ്? അല്ലെന്നാണ് എനിക്ക് തോന്നണേ. ഉമ്മൻചാണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പേഴ്സ് എടുത്തു വന്ന് മുടി പോലും ചീകാൻ നേരമില്ലാത്തൊരു വ്യക്തിയാണ്. ചീപ്പ് വെച്ച് മുടി പോലും ചീകി ഞാൻ കണ്ടിട്ടില്ല. പേഴ്സ് എടുക്കാൻ പോലും നേരമില്ലാത്ത ആളാണ്. ഞാൻ ഒരിക്കൽ കണ്ട വീഡിയോ നിങ്ങളോട് പറയാം. അദ്ദേഹം ഏതോ ഒരു കട ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ആരോ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനോട്, നിങ്ങളുടെ ഷർട്ട് കീറിയിരിക്കുന്നെന്ന്. നിങ്ങളാണെങ്കിൽ എന്തോ ചെയ്യും? ഞാനായിരുന്നെങ്കിൽ പറയാം, ഉടനെ തന്നെ അടുത്ത തുണിക്കടയിലേക്ക് വണ്ടി വിടട്ടെ, നമുക്ക് പാകമുള്ള ഒരു ഷർട്ട് എടുക്കാം. എൻ്റെ ഒരു 1000 രൂപ അങ്ങ് പോയെന്ന് വിചാരിക്കും. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് പൈസ അല്ലായിരുന്നു ആവശ്യം, ഞാനും ഉണ്ട്. ഉമ്മൻചാണ്ടി അവിടെ പുറത്തിറങ്ങി നിന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി. തൻ്റെ ഏകദേശം വണ്ണുള്ള ഒരുത്തൻ അവിടെ കതറിട്ട് നിൽക്കുന്നുണ്ട്. ആള് കൂളായിട്ട് ആ റോട്ടിൽ വെച്ച് തൻ്റെ കീറിയ കതർ ഊരി അയാൾക്ക് കൊടുത്തിട്ട് അയാളുടെ നല്ല കതർ ഇട്ടിട്ട് പോയി ഉദ്ഘാടനം ചെയ്തു. എന്തിനാ പറഞ്ഞെന്നറിയോ? ജ്ഞാനം ഉണ്ടെങ്കിൽ കയ്യിൽ ഇതില്ലേലും കാര്യങ്ങളെല്ലാം നടക്കുമെന്ന്. അങ്ങനെയല്ലേ വചനം പറയുന്നേ? ജ്ഞാനമായവൾ വീട് പണിതു. ജ്ഞാനിയായൊരു മനുഷ്യന്റെ ജ്ഞാനം നിമിത്തം പട്ടണത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഹലോ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് പട്ടണത്തെ വിടുവിക്കണമെങ്കിൽ മിനിമം ഇത്രയും പാറ്റൻ ടാങ്കുകളും മിസൈലും ഒന്നുമില്ലെങ്കിൽ അവരെ പേടിപ്പിക്കാൻ ഒരു ഗുണ്ടെങ്കിലും വേണ്ടേ കയ്യിലെന്ന് ചോദിക്കുമ്പോ കർത്താവ് പറയണ, വേണ്ടടേ, ജ്ഞാനം മതി. ജ്ഞാനമുണ്ടെങ്കിൽ കുഞ്ഞ്, നിങ്ങൾക്കറിയോ, ജ്ഞാനം കിട്ടിയവർ ഭയങ്കര ഉയർച്ചയിലാണ് എത്തിയിരിക്കുന്നേ. ജ്ഞാനത്തെ ഒതുക്കി വെക്കുവാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പറ്റി പൗലോസ് വെളിപ്പാട് പറഞ്ഞ്, അവൻ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനമായി വെളിപ്പെട്ടു. കുഞ്ഞെ, നിനക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് ചോദിക്കപ്പാ, എനിക്ക് പൈസയല്ല ആവശ്യം, എനിക്ക് വിടുതലല്ല ആവശ്യം, എനിക്ക് ആൾക്കാരല്ല ആവശ്യം, എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനുള്ള വ്യക്തികളല്ല ആവശ്യം, എനിക്ക് ജ്ഞാനം തരണം, എനിക്ക് ജ്ഞാനം തരണം. ജ്ഞാനം ചെല്ലുന്നിടത്ത് വാതിലുകൾ തുറക്കും. ജ്ഞാനത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? ജ്ഞാനത്തിന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്ന. ജ്ഞാനത്തിന് ഇഷ്ടം സ്വർഗത്തിൽ വസിക്കാനല്ല. ജ്ഞാനം ഒരു വ്യക്തിയാണെന്ന് ആ വാക്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അത് ക്രിസ്തുവാണെന്ന് ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജ്ഞാനത്തിന് ഉയരത്തിൽ ഇരിക്കുന്നതല്ല ഇഷ്ടം, അവന്റെ പ്രമോദം എന്നിലും നിന്നിലുമാ. ആമേൻ. പരിശുദ്ധന്മാർ പറയാ, ഈ ജ്ഞാനത്തിൽ സന്തോഷിച്ചാൽ. അതാണ് നമ്മുടെ അപ്പച്ചന്മാര് പണ്ട് പറഞ്ഞു തരുന്ന ഒരു ജ്ഞാനത്തിന്റെ പഴഞ്ചൊല്ലുണ്ട്. എന്നിട്ട് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാന്ന്. മനസ്സിലാവുന്നുണ്ടാ? നല്ല കാലത്തെ ഒരു 10 തൈ ഒന്ന് നട്ടാൽ ഇല്ലായ്മയുടെ കാലത്ത് അതിന്റെ ഫലം തിന്നേച്ച് മിണ്ടാതിരിക്കാന്ന്. ഹല്ലേലൂയ. ഇതൊരു ജ്ഞാനമാ. പക്ഷെ ആര് പഠിക്കുന്നു, ആര് കേൾക്കുന്നു? അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫിനാൻഷ്യൽ മേഖലയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്നെ കൂടി ഒന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് സന്തോഷം തോന്നി. യൂത്തൊക്കെ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലോ. ആമേൻ. ലൗഫി സഭ അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തെ അനുസരിക്കാൻ തയ്യാറുള്ള യൗവന തലമുറയാൽ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനമാണ് അവിടെ ആവശ്യം. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. നമുക്ക് 10,000 രൂപയാണ് സാലറി എങ്കിൽ 10,000 രൂപ കൊണ്ട് ജീവിക്കാൻ അറിയാം. 10,000 രൂപയും ചെലവാക്കാനുള്ള വഴി നമ്മുടെ മുൻപിലുണ്ട്. 1,00,000 രൂപ സാലറി ആയപ്പോഴും ആ 1,00,000 രൂപ 5-ാം തീയതി തീർന്ന് എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നവരാ നമ്മൾ. എന്തോ സമ്പാദിച്ചു, ഒന്നും സമ്പാദിച്ചില്ല. ഹലോ, ഒന്നും സമ്പാദിച്ചില്ല. ജ്ഞാനമായില്ലാത്ത. എന്നോട് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് 2003-2004 കാലഘട്ടത്തിൽ എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ്റെ സാലറി അന്ന് 3.5 ലക്ഷം രൂപയായിരുന്നേ. 3.5 ലക്ഷം രൂപ മേടിച്ച ആ മോൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, 5-ാം തീയതി ആകുമ്പോൾ കയ്യിൽ ഒറ്റ പൈസ ഇല്ലെന്ന്. ഹലോ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ 3.5 ലക്ഷം രൂപ എങ്ങനെയാ പോയെന്നല്ലേ? ഇപ്പൊ നിങ്ങളുടെ കയ്യിലത്തെ 10,000 എങ്ങനെയാ പോയേ? അതുപോലെ തന്നെ പോവും. ഒരു വ്യത്യാസമില്ല, അതങ്ങ് പോവും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജ്ഞാനം ആവശ്യം. 10,000 രൂപയെന്നും സമ്പാദിക്കാൻ പറ്റും, 1,00,000 രൂപയെന്നും സമ്പാദിക്കാൻ പറ്റും. അതിന് ജ്ഞാനം ആവശ്യമാ. ഈ ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് ഈ ഭൂമിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം ദൈവഹിതമല്ലാത്ത പലതിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നേ. ജ്ഞാനം 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 അത് വ്യക്തിയാ, ക്രിസ്തുവാ. ചോദിക്കണം, കർത്താവേ എന്ത് ചെയ്യണം? എനിക്ക് നിന്നെ വേണം. എവറി സെക്കൻഡ്, എവറി മിനിറ്റ് അല്ല, എവറി സെക്കൻഡ്. ഒരു ഞൊടി നേരത്തേക്കുള്ള ആ സമയത്ത് പോലും ക്രിസ്തുവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ വെളിപ്പെടാനിരിക്കുന്ന വിടുതൽ എത്ര വലുതാണെന്ന് പറയാൻ പറ്റത്തില്ല. ജ്ഞാനമാണ് ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ സന്തോഷിക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നത്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു രാജാവ്, ഭയങ്കര ധനാഢ്യനായ മനുഷ്യനാണ്, ഭയങ്കര തൻ്റെ സമ്പത്ത് കൊണ്ട് താൻ മാക്സിമം സന്തോഷിക്കാൻ ശ്രമിച്ചു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി പൂന്തോട്ടങ്ങൾ മേടിച്ചു, ഒത്തിരി ഭാര്യമാരെ സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്നില്ല. സന്തോഷം എന്തൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടുന്നില്ല? സന്തോഷിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എല്ലാ തൻ്റെ മന്ത്രിമാരെയും എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രാജാവ് ആഗ്രഹിക്കുന്നതും പോലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ രാജാവിന് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങളുടെ അകത്ത്. മനസ്സിലായി? രാജാവ് പറഞ്ഞു, എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ആര് കണ്ടെത്തുന്നോ അവർക്ക് ഞാൻ സമ്മാനം തരും. ഇത് കേട്ടിട്ട് അവിടെ ഒരു സാധുവായി ജ്ഞാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ, രാജാവിന് സന്തോഷം കിട്ടാത്തത് അതിനൊരു പോംവഴി എനിക്കറിയാം. ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയുടെ വസ്ത്രം രാജാവ് ഇട്ടാൽ മതി. അപ്പം രാജാവിന് എന്ത് ചെയ്യും? സന്തോഷം കിട്ടും. രാജാവ് തൻ്റെ ദേശത്തും തനിക്ക് അറിയാവുന്ന അയൽ സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജാക്കന്മാരുടെ ഇടയ്ക്കൊക്കെ ആളെ വിട്ടു സന്തോഷിക്കുന്ന വ്യക്തിയെ കണ്ടെത്താൻ. ഈ പോയവരെ 1 മാസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ല, 2 മാസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ല, 6 മാസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടർ മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ എന്താ, ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അയാൾ ഭയങ്കര ഹാപ്പി, ഭയങ്കര പ്രസാദം അയാളുടെ മുഖത്ത്. രാജാവ് ചോദിച്ചു, നീ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? എവിടെയാണ് നിൻ്റെ വസ്ത്രം? അവൻ പറഞ്ഞു, എനിക്ക് വസ്ത്രമില്ല.
ഞാൻ ഈ ഇട്ടിരിക്കുന്ന മുണ്ടല്ലാതെ ഒരു ഷർട്ട് പോലും ഇല്ല എനിക്ക് രാജാവ്. രാജാവ് പറഞ്ഞു, എങ്ങനെ നീ ഇത്ര സന്തോഷിക്കണേ? നിനക്ക് നല്ല ഭാര്യ വീട്ടിലുണ്ടാവും അല്ലേ, സ്വസ്ഥത തരുന്ന. പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, എനിക്ക് വീട് പോലും ഇല്ല, ഞങ്ങൾ കിടക്കുന്നത് കടത്തെണ്ണയിലാണ്, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സന്തോഷിക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഒരു കാര്യത്തിൽ സന്തോഷിക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്ന്. ഹലോ, എല്ലാവരുടെയും മുഖം പോയി. നമുക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് അവിടെ നിന്ന് കടന്നാൽ മതി. നമ്മൾ ചിന്തിക്കുന്ന ആരൊക്കെയോ എന്നെ സന്തോഷിപ്പിക്കുമെന്നാ. ആരൊക്കെയോ എന്നെ സന്തോഷിപ്പിക്കുമെന്ന് ചിന്തിച്ചിട്ടല്ലേ നമ്മളൊക്കെ കല്യാണം കഴിച്ചേ? നമ്മളെ അങ്ങ് സ്നേഹിച്ച്, നമ്മളെ അങ്ങ് പ്രേമിച്ച്, നമ്മളെ അങ്ങ് കൈവെള്ളയെ കൊണ്ട് നടക്കുന്ന ഏതോ ഒരു രാജകുമാരനെ നമ്മൾ സ്വപ്നം കണ്ടിട്ടാണ്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടാ, നിങ്ങളിനി അങ്ങനെയല്ലായിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായി, സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണ്. എടാ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഏറ്റവും അധികം ഇപ്പൊ കൊടുക്കപ്പെടുന്ന ഫുഡിന്റെ പേരെന്താണെന്നറിയോ? കഞ്ഞിയും പയറും. ഭയങ്കര ഡിമാൻഡുള്ള. ഞങ്ങൾ അമേരിക്കയിലെല്ലാം പോകുമ്പോഴേ അവിടെയുള്ള ഏറ്റവും നല്ല ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആൾക്കാർ നമ്മൾ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുമല്ലോ. അവർ കൊണ്ടുപോകുന്നത് ഓരോ വീട്ടിലായിരിക്കും. അവിടുത്തെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് വിളമ്പുന്നത് കപ്പയും മീൻകറി. ഇപ്പൊ പാൽക്കപ്പിയായി കാണും. കപ്പയും മീൻകറി. കാരണം അവരുടെ ചിന്തയില് അവർക്ക് ലഭിക്കാത്ത ആ ഭയങ്കര സന്തോഷം. എടാ, കപ്പയുടെ നാട്ടിൽ നിന്ന് വരണ നമുക്ക്, മീനിന്റെ നാട്ടിൽ നിന്ന് വരണ നമുക്ക്. അപ്പൊ അമേരിക്കയിൽ പോയിട്ട് സന്തോഷിക്കണോ വേണ്ടേ എന്നുള്ളത് ആരുടെ ചോയ്സാ? കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് ജോജി പാസ്റ്റർ ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ UK അങ്ങ് കറങ്ങി നടക്കാറുന്നല്ലേ രണ്ടുപേരും. ഈ അഭിഷേകത്തിനെ ചോദിച്ചാൽ മതി UK എന്താണെന്ന്. അതെ, പരിശുദ്ധാത്മാവ് പറയുക, കുഞ്ഞെ, ജ്ഞാനമല്ലേ ആവശ്യം? ആ ജ്ഞാനത്തിന്റെ ഒരു അംശം വെളിപ്പെട്ടത് ശലോമോനിലാണെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ജ്ഞാനത്തിന്റെ ഒരു അംശം വെളിപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ അബ്രഹാമിലാ. ആ മനുഷ്യനിൽ ഒന്ന് വെളിപ്പെട്ട ജ്ഞാനത്തെ പറ്റി ഒന്ന് നോക്കിയേ. നമ്മളെല്ലാവരും മരിക്കുന്ന സമയത്ത് ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ. ഈ ഭൂമിയിൽ നിന്ന് നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ വെറും കൈയായി വന്നു. അയ്യോ, ഞാൻ നോക്കിയപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ തിരുത്തി പറയുന്നത് കേട്ടു, ഇല്ല, നമുക്ക് ആത്മാക്കളെ കൊണ്ടുപോകാന്ന്. ഇവിടെ ആത്മാക്കളെ മാത്രമല്ല, ഈ ജ്ഞാനം അങ്ങ് വെളിപ്പെട്ടാൽ ഒത്തിരി സാധനങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകാം. എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഒരു 17-18 വയസ്സുള്ളപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടു പോവാ. ഒരു വീട് പണിയുക. നല്ല 5-6 നിലയുള്ളൊരു കെട്ടിടം. ഞാൻ ചോദിച്ചു, ഇത് ആരുടെ വീടാപ്പാ? കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയുള്ള വീടാ, നിന്റെ വീടാ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ വീട് ഇത്രയും പണി തീർന്നെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് തീർക്കാവോ? അത് എനിക്ക് ഈ ഭൂമിയിൽ ഇരിക്കണ്ട, എനിക്ക് നിന്റെ കൂടി ഇരിക്കുന്ന ഇഷ്ടം. അപ്പൊ കർത്താവ് എൻ്റെ അടുത്ത് പറയാം, മോളെ, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവിന് നിസ്സഹായത. സ്വർഗത്തിലെ വീടേ ഞാൻ ഭൂമിയിൽ പണിയണമെന്ന്. ഹലോ കുഞ്ഞേ, നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ പറയാറില്ലേ, ഞാൻ ചത്താ മതി. അപ്പോഴാ നിങ്ങൾ പഠിക്കല്, ചത്തിട്ട് എവിടെ പോവാനാ? ഒന്ന് കൈ കൊടുത്തിട്ട് അന്യോന്യം ഒന്ന് ചോദിച്ചേ, ചത്തിട്ട് എവിടെ പോവാനാന്ന്? എവിടേക്കാ പോണേ? ഈ അമ്മയുടെ ഉദരത്തിലെ ഒരു കുഞ്ഞു വളരുമ്പോ അതിനൊന്ന് കയ്യും കാലിട്ട് എന്താ പറയാ, ഒന്ന് അനക്കാൻ പോലുള്ള
സ്പേസ് ഇല്ല. അതൊരു 7-ാം മാസം മുതലൊക്കെ കയ്യൊക്കെ എന്താ പറയാ മൂരി നിവർത്താന്ന്, എന്നിട്ട് എനിക്കറിയത്തില്ല പറയുന്നത്. ഇങ്ങനെ കയ്യൊക്കെ അങ്ങ് എക്സസൈസ് ചെയ്യണോണം നിവർത്തുമ്പോൾ നമ്മുടെ വയറും ഒരു മുഴ പോലെയൊക്കെ അങ്ങ് പൊങ്ങി വരും അല്ലേ? അതിന് സ്ഥലമില്ലെന്നേ. അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്നാ. അതിനകത്ത് കിടക്കാൻ വയ്യ, അത് ഭയങ്കര കഷ്ടമാ. കയ്യും കാലും എല്ലാം മടക്കി ശ്വാസം വിടാൻ പോലും എന്താ പറയാ സ്ഥലവും ഇല്ലാത്തോടത്ത് ഒരു വെള്ളക്കെട്ടി കിടക്കുക. നമ്മൾ കർത്താവിനോട് പറയില്ല, നീ എന്നെ ഈ വെള്ളക്കെട്ടിലാ കൊണ്ടിട്ടിരിക്കണേന്ന്. വെള്ളക്കെട്ടി ജനിച്ചവരാടേ നമ്മളൊക്കെ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. എറണാകുളത്തൊന്നും ജീവിക്കുന്ന ഒരു പ്രശ്നമല്ല. അതിനേക്കാളും വലിയ വെള്ളത്തിൽ കിടന്നവരാ നമ്മള്. അതിനെ ജയിച്ച് പുറത്തേക്ക് വന്നെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഹലോ, ആ കുഞ്ഞ് പുറത്തു വരാൻ ആഗ്രഹിച്ച് അതൊരു 6-ാം മാസത്തിൽ പുറത്തേക്ക് ചാടിയാലോ? NICUവിൽ വർക്ക് ചെയ്യുന്ന അനുജോട് ചോദിച്ചാൽ പറയാം, അതിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൂർണ്ണമായി വളരുന്നത് വരെ ജീവനുണ്ടെങ്കിൽ മൂക്കിക്കൂടെ, കയ്യിൽക്കൂടെ, കാലിൽക്കൂടെ, നെഞ്ചിനകത്ത്, കഴുത്തിനകത്തോടെ എവിടെയൊക്കെ തുളയിട്ട് ട്യൂബ് കയറ്റാവോ അവിടെയെല്ലാം ട്യൂബിട്ട് ഉദരത്തിൽ കിടക്കുന്നതിനേക്കാൾ വേദന അനുഭവിച്ച് മാസങ്ങളോളം ഇൻക്യുബേറ്ററിൽ ഇരുന്നിട്ട് വേണം സർവൈവ് ചെയ്യാൻ. അപ്പൊ ഒരു വിടുതൽ വരണമെങ്കിൽ അതിനൊരു കാലാവധിയുണ്ട്. ഹലോ, ലൗഫി സഭ ശരിക്കെന്ന് കേൾക്കണേ. വിടുതൽ വരുന്നെങ്കിൽ ഒരു കാലാവധി ഉണ്ട് കുഞ്ഞേ. ജ്ഞാനം കിട്ടിയാൽ നീ സന്തോഷിക്കാൻ തുടങ്ങും. ജ്ഞാനം കിട്ടിയാൽ നീ നിരാശപ്പെട്ടിരിക്കത്തില്ല. നീ ആ വിടുതലിന്റെ പ്രോഗ്രസ് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രിമച്വർ ആകരുത് നിന്റെ വിടുതൽ. നിന്റെ വിടുതലിനെ ദൈവം വെച്ച കാലാവധിക്കകത്ത് അത് സുരക്ഷിതമാണ്. അത് ആർക്കും തൊടാൻ പറ്റത്തില്ല. ഇത് ദൈവം തരുന്ന ഗ്യാരണ്ടിയാ. ഇത് വചനം തരുന്ന ഗ്യാരണ്ടിയാ. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. ആ ജ്ഞാനം കിട്ടിയാൽ നിന്റെ ഈ സങ്കടത്തിനകത്ത് നീ ചിരിക്കാൻ തുടങ്ങും. ഹലോ, ചിരിക്കുന്നേ. നിന്റെ ഈ സങ്കടത്തിനകത്ത് വിടുതൽ കണ്ടിട്ടല്ല ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാ, എൻ്റെ അനിയനെ 14 വർഷം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടായത്. ഞങ്ങൾ എപ്പോൾ സംസാരിച്ചാൽ അവൻ അമേരിക്കയിൽ വെച്ച് 2-3 വീടൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ വീട് പണിത സമയത്ത് അവൻ എന്നെ വന്ന് എന്നെ വീഡിയോ കോൾ എടുത്ത് കാണിച്ചു. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം, ഇത് ഗസ്റ്റ് ബെഡ്റൂം, ഇത് ഓഫീസ് റൂം. എന്നിട്ട് ഒരു റൂം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കിഡ്സിൻ്റെ റൂം. അന്ന് കുഞ്ഞുങ്ങളില്ല. അത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ചങ്ക് പൊട്ടു. എൻ്റെ കർത്താവേ, വയസ്സ് മുന്നോട്ട് പോവുക, 40ഓളം അടുത്തു തുടങ്ങി. അവൻ എങ്ങനെ ഒരു വിടുതൽ കിട്ടി? ഇത്രയും കുഞ്ഞിനെ കുറിച്ച് ആശയുണ്ടെങ്കിൽ അവൻ ഇനി ഡിപ്രഷനിൽ പോവോ? ഒരിക്കൽ അനറ്റുവാവ് പറഞ്ഞു, ഏബലച്ചാച്ചൻ വേണമെങ്കിൽ എന്നെ അങ്ങ് ദത്തെടുത്ത് കൊണ്ടോക്കോ. സ്നേഹത്തിൽ പറഞ്ഞതാ. അവൻ കൊടുത്ത മറുപടി എന്താ? ആണോ അല്ലേ എന്നല്ല അവൻ കൊടുത്ത മറുപടി. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവരും, എൻ്റെ മോളായിട്ടല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ. ഹലോ ഹലോ, വചനത്തിലൊരു വാക്യമുണ്ട് കുഞ്ഞേ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിന്റെ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ 40-ാം വയസ്സിൽ എൻ്റെ അനിയൻ ഒരപ്പനായി. 38 വയസ്സുള്ള അവന്റെ ഭാര്യ പ്രസവിച്ചെന്ന്. ഹലോ,
ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പക്ഷേ ഈ 14 വർഷം ദുഃഖിച്ചിരിക്കണോ വേണ്ടയോ എന്നത് അവരുടെ ചോയ്സാണ്. ഞാൻ ഒരു ദിവസത്തിൽ പോലും എൻ്റെ നാത്തൂൻ്റെ മുഖത്തോ എൻ്റെ അനിയൻ്റെ മുഖത്തോ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം കണ്ടിട്ടില്ല. അവരടിച്ച പൊളിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അടിച്ചു പൊളിച്ചിട്ടുമില്ല. ഓ, ദുഃഖമാണ്, 3 വർഷം കഴിഞ്ഞ് കുഞ്ഞില്ല, ടൂറ് പോവാച്ച വേണ്ട, നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് ചോദിക്കും, നാട്ടിൽ വരണോ, നാട്ടിൽ പോകണം, വേണ്ട വേണ്ട നമുക്ക് അങ്ങോട്ട് പോവണ്ട, എല്ലാവരും ചോദിക്കും കുഞ്ഞായില്ലേ കുഞ്ഞായില്ലേ, വണ്ണം കുറച്ചില്ലേ. ഹലോ, നിന്റെ ആ കുഞ്ഞെ ചോയ്സ് നീ ഇന്ന് തീരുമാനിക്കണം. അതുകൊണ്ടാണ് പൗത്രോസ് തനിയെ തന്നെ വീണ്ടും പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഇനിയും സന്തോഷിക്കും. ചോയ്സ് നിന്റെയാ, ഞാൻ ഇനിയും സന്തോഷിക്കുന്ന. നമ്മളൊരു വാക്യം വായിച്ചായിരുന്നു, അഭിഷക്തദാസൻ ഒരു വാക്യം വായിച്ചായിരുന്നു. എസ്കോൾ താഴ്വരയിൽ പോയി ഇസ്രായേൽ മക്കൾ മുന്തിരികൊല കൊണ്ടുവന്നു. ഒറ്റ മുന്തിരികൊല കൊണ്ടുവന്നത് 2 പേർ ചുമന്നുകൊണ്ട് അല്ലേ? അബ്രഹാമിനോട് പറഞ്ഞപ്പോഴും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവന്നാ പറഞ്ഞത്. പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് ഇസ്രായേലിന് രാജാവ് നഷ്ടപ്പെട്ടു, മുന്തിരിക്കുല 2 പേര് ചുമന്നു കൊണ്ടുവന്നിരുന്ന ഫെർട്ടിലിറ്റി ഉള്ള നല്ല ഭൂമി എന്ന് ഇസ്രായേലിന് രാജ്യം നഷ്ടപ്പെട്ടു, എന്ന് ഇസ്രായേലിന് രാജാവ് നഷ്ടപ്പെട്ടു, എന്ന് അവൻ എന്നേക്കുമായി അടിമയായി പോയോ, ആ ഭൂമിയെ എൻ്റെ അപ്പൻ മരുഭൂമിയാക്കി മാറ്റിയെന്ന്. ഹലോ, യെശയ്യാ പ്രവചനം മുഴുവൻ പറയുന്നില്ലേ, മരുഭൂമിയും വരണ്ട നിലവും ഉല്ലസിച്ച് ഘോഷിക്കും. നിങ്ങൾ പഴയ നിയമം മുഴുവൻ, പ്രവാചക പുസ്തകന്മാരുടെ പുസ്തകം മുഴുവൻ വായിക്കണം. യിരെമ്യാ പ്രവചനം, യെശയ്യാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കും, ഇസ്രായേൽ ജനം എന്ന് ദേശം വിട്ടോ, എന്നത് ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടോ, എന്ന് നെബൂഖദ്നേസർ അവിടെ വാഴ്ച ആരംഭിച്ചോ, അതിനുശേഷം വന്ന രാജാക്കന്മാർ മാറി മാറി വന്നപ്പോഴും ഇസ്രായേലിനകത്ത് അവന് കഴിക്കാൻ വെച്ചിരുന്ന മുന്തിരിക്കൊലയുടെ ഒരംശം പോലും തിന്നുവാൻ ശത്രുവിനെ എൻ്റെ ദൈവം സമ്മതിച്ചില്ല. മനസ്സിലായില്ലല്ലേ കുഞ്ഞെ? എൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്നോട് പറഞ്ഞ, അസൈൻ ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ അവിശ്വസ്തത മൂലം വൈകിയാലും, ദൈവത്തിന്റെ പ്രശ്നം കൊണ്ടല്ല കുഞ്ഞെ, നിന്റെ അവിശ്വസ്തത മൂലം അത് വൈകിയാലും അത് തൊടുവാൻ ഈ ലോകത്തില് ഒരു ഉന്നതനും കഴിയത്തില്ല. അതിന് അനുഭവിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. എന്റെ അപ്പൻ തന്റെ കൈ കൊണ്ടത് മറച്ച് അവൻ എന്നേക്കുമായി നിനക്ക് വേണ്ടി പ്രിസർവ് ചെയ്യുമെന്ന്. ചില മാസങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു സ്പീച്ചിൽ പറഞ്ഞു, 1947 ഈ ദേശം ഞങ്ങളുടെ കയ്യിൽ വരുമ്പോൾ വെറും മരുഭൂമിയായിരുന്ന ദേശത്തെ ഞങ്ങൾ വെള്ളമൊഴിച്ച് നട്ട് വളർത്തി ഏറ്റവും ഫലപുഷ്ടമാക്കിയെന്ന്. ഹലോ, 100 അല്ല 1000 വർഷം കാത്തിരിക്കേണ്ടി വന്നാലും നിനക്ക് വേണ്ടി അസൈൻ ചെയ്ത ദൈവത്തിന്റെ ദൈവിക വാഗ്ദത്തങ്ങൾ ഒന്നുപോലും നഷ്ടമാകത്തില്ല കുഞ്ഞേ. Hallelujah. 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 Hallelujah.
പിന്നെന്തിനാ പേടിക്കണേ? പിന്നെന്തിനാ നീ പേടിക്കണേ? നീ ചിന്തിക്കുന്നത് നിനക്ക് ഈ ആയുസ്സിൽ നന്മ അനുഭവിക്കാൻ കഴിയത്തില്ലെന്നാ. നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ആയുസ്സിൽ ഞാൻ നന്മ കാണത്തില്ലെന്നാ. പലരുടെയും അന്തർഗതം എനിക്ക് കേൾക്കാം. എൻ്റെ ആത്മാവിൽ എനിക്ക് ചിലരുടെ മുഖം കാണുമ്പോൾ കാണാം, ഇതിങ്ങനെയൊക്കെയേ പോകൂ. ഓ റമന ശഖലധര. പരിശുദ്ധാത്മ പറയുന്നു, കുഞ്ഞേ, നീ അതിനെ ചവിട്ടണം. നീ അതിനെ ചവിട്ടണം. ആ ചിന്തകളെ ചവിട്ടണം. ആ ചിന്തകളെ ചവിട്ടിയാൽ ദൈവത്തിന്റെ അഭിഷക്ത ദാസൻ പറഞ്ഞ പോലെ പിന്നെ അത്ഭുതങ്ങളെ കാണാനുണ്ടാവത്തുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന അഭിഷക്ത ദാസൻ പറഞ്ഞു, ക്രൂശിൽ വെച്ച് സാത്താനെ എന്റെ യേശു ക്രിസ്തു ആയുധവർഗം. അവന്റെ കയ്യിൽ ആയുധം ഇല്ല. ആയുധം ഇല്ലാത്ത വ്യക്തിയെ എന്തിനാ പേടിക്കണേന്ന് ചോദിച്ചേ? അവന്റെ കയ്യിൽ ആയുധം ഇല്ല കേട്ടോ. പുതിയ നിയമസഭയോട് പരിശുദ്ധാത്മാവ് ഒന്നും കൂടി ഉറപ്പിച്ചു തരുക, ഒറ്റ ആയുധവും അവന്റെ കയ്യിലില്ല. പക്ഷെ നിന്നെ ഒരു ആയുധമാക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. കേട്ടില്ല സഭ? അവന്റെ കയ്യിൽ ഒരു ആയുധവുമില്ല, പക്ഷേ അവൻ തന്ത്രശാലിയാണ്. അവന് തന്ത്രങ്ങളുണ്ട്. എന്തുണ്ട്? സാത്താൻ ആയുധമില്ല, തന്ത്രമുണ്ട്. ഈ തന്ത്രത്തെ പറ്റി നിനക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും തീരുമെന്നേ. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം അവന്റെ തന്ത്രത്തെ പറ്റി അറിവില്ലാത്തോണ്ടാ. തന്ത്രത്തെ അറിയണമെന്ന് കൈകൊടുത്ത് പറഞ്ഞേ. പിശാചിന്റെ തന്ത്രത്തെ ശരിക്കും അറിയണം. ലൗഫി സഭയോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, പൗലോസ് പറഞ്ഞ വചനം വിളിച്ചു പറയുക, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നാ ചോദിക്കുന്നെങ്കിലും എനിക്ക് പറയാനുള്ളത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ വിടുതലാണ് നമ്മുടെ വിഷയം. നമ്മളെല്ലാവരും കൊതിക്കുന്നത് വിടുതലാ. പക്ഷെ ഞാൻ ആദ്യമേ ഒരു ജ്ഞാനം പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവിൽ തന്ന ജ്ഞാനമാ. എൻ്റെ യേശു ക്രിസ്തു നിന്നെ ഈ ഭൂമിയിൽ ഏത് വിഷയത്തിലാണ് മാനിക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ദൈവം നിന്നെ ഈ ഭൂമിയിൽ ഏത് വിഷയത്തിലാണ് ഉയർച്ച കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ആദ്യമേ തടസ്സങ്ങൾ വെളിപ്പെടും. ഹലോ, ആദാമിനെ ഹവ്വയെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പൊ ആ നിമിഷം മുതൽ ഈ വേർഡ് കേട്ടു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മോള് ചോദിച്ചു, നമ്മുടെ പാസ്റ്റ് പിശാചൻ അറിയാമെന്ന്. അല്ലേ? നമ്മുടെ പാസ്റ്റ് ആർക്കറിയാം? സാത്താൻ അറിയാം. പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ സാത്താൻ അറിയത്തില്ല. അത് വചനം തരുന്ന ഗ്യാരണ്ടിയാ. നാം എന്തായി തീരുമെന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ച്, നാം എന്താകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. 3-ാം അധ്യായത്തിൽ നാം, അതും ദൈവം ക്ലോസ് വെച്ചിരിക്കുക, നാം അന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന നാളിലെ ക്രിസ്തുവിനെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ നമ്മൾ അവന് സമന്മാരാകും. വായിച്ചിട്ടില്ല അല്ലെ? 3:3 തോന്നുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ, സഭ ഒന്ന് ഒരുമിച്ച് വായിക്കാവോ? നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇല്ല, സഭ മൊത്തത്തിൽ വായിക്കാനാ പറഞ്ഞേ. റോബിൻ വായിക്കണ്ട, സഭ മൊത്തത്തിൽ വായിച്ചേ. ഇത് നമുക്കുള്ള ദൂതാ. ഞാൻ നോക്കട്ടെ എത്ര പേരെ വായനം കണ്ടെന്ന്. ആമേൻ. നാം എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വണ്ണം വെച്ച സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി
മണവാട്ടിയുടെ ഉടുപ്പായിട്ടിരിക്കും, ഗൗണായിട്ടിരിക്കണേ, തലയിൽ വലിയൊരു വെയിലുണ്ട്, അവളുടെ മുടി അതിനനുസരിച്ച് നീണ്ടു കിടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇതാരാ ഇത്ര സൗന്ദര്യം? മുഖം നമുക്ക് നോക്കുമ്പോൾ തേജസ് കൊണ്ട് മുഖം ആരാ നിൽക്കില്ല. കർത്താവ് പറഞ്ഞത് നീ ആടി. ഞാനോ? അപ്പൊ എന്റെ ചിന്ത പോയത് എന്താ, ഞാൻ ഇങ്ങനെ ആകും ഭൂമിയിൽ. സോറി കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് സൂക്ഷിച്ചു നോക്ക് ദർശനത്തെ. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവുമായിട്ട് ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറയുന്ന ആളാ കേട്ടോ. എൻ്റെ അടുത്ത് കർത്താവ് അങ്ങനെ ഇടപെടാം. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞാൻ നടക്കുന്നത് നിലത്തല്ല, ഞാൻ നടക്കുന്നത് എൻ്റെ ഒരു കാലം ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റു പർവ്വതത്തിലേക്ക്, പർവ്വതങ്ങളെ ചവിട്ടി ചവിട്ടി ചവിട്ടിയാ നടക്കുന്നത്. കുഞ്ഞെ, ഈ കുപ്പായം ഞാൻ 1 മണിക്ക് ശേഷം അല്ലെങ്കിൽ 3 മണിക്ക് ശേഷം വീട്ടിലെത്തുമ്പോൾ ഊരിക്കളയും. ഇത് ആയുഷ്കാലം മുഴുവൻ ഇട്ട് നടക്കുന്ന കുപ്പായമല്ല. അങ്ങനെയെങ്കിൽ ഈ ശരീരം മാക്സിമം 70 വന്നാൽ 80, ഇനി അതിനപ്പുറം 90, അതിലപ്പുറം ജീവിച്ചിരിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അത് ഉപേക്ഷിച്ച് കളയുന്ന സാധനമാ. ഇതിനകത്ത് വസിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ടല്ലോ, അതിനെ പർവ്വതങ്ങളെ ചവിട്ടി മെതിക്കുവാൻ അധികാരമുള്ള, ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന സൗന്ദര്യമുള്ള, ക്രിസ്തുവിന്റെ മണവാട്ടിയായി നിൽക്കുവാൻ യോഗ്യതയുള്ള ഒരുവൻ നിന്റെ അകത്ത് വസിക്കുന്നുണ്ട് കുഞ്ഞേ. റുബാന ശകോറിയ സബത്യാറകട്ടക്കൗടയ. അതുകൊണ്ടാണ് ജ്ഞാനമുള്ളവൻ വിളിച്ചു പറഞ്ഞത്, എന്റെ പ്രത്യാശ ഈ ആയുസ്സിൽ മാത്രം നിൽക്കുന്നതാണെങ്കിൽ എന്നെ പോലെ ഒരു അധമൻ ഈ ആയുസ്സിൽ മാത്രം നിൽക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നിരാശപ്പെട്ട് ജീവിതം കളയണോ? ഞാൻ തേജസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഒരു ദിവസം പോയിരുന്ന് കരഞ്ഞു. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും കരയുണ്ട്. തേജസ് അത്ര വലിയ കുഴപ്പക്കാരനൊന്നല്ല, പക്ഷെ എനിക്ക് കുഴപ്പക്കാരനാ. നിങ്ങൾക്കെല്ലാം വലിയ കുഴപ്പമില്ലാത്തവനവൻ. സ്കൂളിലായാലും ടീച്ചേഴ്സ് പറയണ നല്ല കുട്ടിയാണ്. ആകെ ഒറ്റ പ്രശ്നമുള്ളൂ, 24 മണിക്കൂറും എന്താ പറയുക, ടേബിൾമേ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രശ്നം മാത്രം സ്കൂളിൽ നിന്ന് ഇത്രയും വർഷമായിട്ട്, 9 വർഷമായിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറയാ, എൻ്റെ കുഞ്ഞെ, യോക്കേബേദിനെ ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ അവൾ അവനെ നോക്കിയപ്പോൾ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടെന്നാ. അവൾ ഒരു കാഴ്ച കണ്ടു. ദിവ്യ സുന്ദരൻ എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടത് ഷാറുഖ് ഖാന്റെ കൂട്ടിയിരിക്കണമെന്നല്ല. അവൾക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണിരിക്കുന്ന ഈ പയ്യൻ ഇസ്രായേലിനെ വിടിവിക്കുന്നവനാ. അത് എന്ന് ഉദരത്തിൽ ഉരുവായോ അന്ന് സാത്താൻ ഡിക്ലെയർ ചെയ്തു, ആൺകുഞ്ഞുങ്ങളെ ഒക്കെയും നൈൽ നദിക്ക് എറിഞ്ഞു കൊടുക്കണമെന്ന്. നീ എവിടെ ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നോ ദൈവം, നിന്റെ ആഗ്രഹമല്ല, നിന്നെ എവിടെ മാനിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടോ അതേ സ്പോട്ടിൽ നീ അറിയുന്നതിന് മുന്നേ, ആ വിടുതൽ നിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ സാത്താൻ അവന്റെ പദ്ധതി ഇട്ട് കഴിഞ്ഞു കുഞ്ഞേ. ഇനിയാണ് പ്രശ്നം. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന ദൈവദാസൻ പറഞ്ഞില്ലേ, വീട്ടിലിരിക്കുമ്പോ വിഷയത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ നമ്മൾ ബോൾ എടുത്ത് ആരുടെ മണ്ടയ്ക്ക് എറിയും? യേശുവിന്റെ നേരെ എറിയും അല്ലേ? കല്ലെടുത്ത് യേശുവിനെ എറിയും. നീ എനിക്ക് വിടുതൽ. പലരും കേട്ടില്ല. വെള്ളിയാഴ്ച വരണേ. ഇതൊരു സീരീസാ. വചനം ഇങ്ങനെ അടുക്കായിട്ടല്ല ഓഫീസിന് ദൈവം തരുന്നേ. ഏത് അഭിഷക്തം വന്നാലും ഒന്നിനോട് കണക്ട് ചെയ്താ വരുന്നേ, അല്ലാതെ പുതിയതായിട്ട് ആരും ഇറക്കുന്നില്ല. ഒന്നിന്റെ ബാക്കി. അഭിഷക്ത ദാസൻ സാംബാസ്റ്റർ പറഞ്ഞതിന്റെ ബാക്കി പറയാനാ ഞാൻ നിൽക്കുന്നേ. ഹലോ, നമുക്ക് വിഷമം കയറുമ്പോൾ, നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ കല്ലെടുത്ത് ആരെ എറിയും? യേശുവിനെ എറിയും. വിഷമം മാറാൻ വേണ്ടി ചർച്ചയിൽ വന്ന് ആരാധിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ആ കല്ലൊക്കെ പറക്കി നമ്മൾ തിരിച്ചാരെ എറിയും? സാത്താനെ എറിയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് നിന്റെ ആയുസ് തീരും.
ഞാൻ പറഞ്ഞ കാര്യമല്ല, വെള്ളിയാഴ്ച ദൈവദാസൻ പറഞ്ഞ നിങ്ങൾ പോയിരുന്ന് കേട്ടാ മതി. വന്നിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരും. കുഞ്ഞേ, ഇങ്ങനെ തീർക്കാനുള്ളതാണോ നിന്റെ നല്ല ആയുസ്? എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലായെന്ന്, എനിക്കിപ്പോൾ 47 വയസ്സായി, എനിക്ക് മനസ്സിലായ കാര്യം, ഒരു 70 വയസ്സ് വരെയൊക്കെ നല്ലൊരു പോരാട്ടം കഴിക്കാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അതിനുശേഷം അതുവരെ കിട്ടിയത് അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കേണ്ട വരും. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെ, ഇപ്പോഴത്തെ നമ്മുടെ ആത്മീയ നിലവാരമൊക്കെ വെച്ച്, അതുകൊണ്ടാണ് പറഞ്ഞത് അന്ന് നമ്മൾ വാരിയാലും കരയും വാരി ഇല്ലേലും കരയും എന്ന് പറഞ്ഞേ. ഇന്ന് ചെയ്യേണ്ട യുദ്ധങ്ങളൊക്കെ വേഗത്തിൽ ചെയ്ത് നല്ല ഒരു റിസൾട്ടിന് വേണ്ടി ഏൽപ്പിക്കപ്പെടാനുള്ളൊരു ഉത്സാഹമുള്ളൊരു ഹൃദയം ദൈവത്തോട് ചോദിക്കേ. 50-ാം വയസ്സിലൊന്ന് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കല്ലേ? ഹലോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ബാക്കിൽ ഇരിക്കുന്ന അപ്പച്ചന്മാരോടും അമ്മച്ചമാരോടും ഒക്കെ പറയുക, 60-ലും റെസ്റ്റ് എടുക്കാൻ കൊതിക്കല്ലേ. വലിയ യുദ്ധങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് കുഞ്ഞേ. എൻ്റെ ഡാഡിയും മമ്മിയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ശക്തമായി നിന്ന വ്യക്തികളാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ പണിത ഒരു ആത്മീയ ഗ്രഹത്തിന്റെ അകത്ത് അടുത്ത തലമുറ വളരെ ശക്തമായി കയറി വന്നു. ഞങ്ങൾ മക്കൾ 3 പേരും ദൈവകൃപയാൽ അവരെ ആയിരിക്കുന്ന സ്ഥാനത്ത് ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കുന്നു. പക്ഷേ അതിന് ശേഷമുള്ള തലമുറയ്ക്ക് കുഞ്ഞേ, ഒരു അടിസ്ഥാനം ഇടുമ്പോൾ, അബ്രഹാം ജ്ഞാനത്തിലിട്ട അടിസ്ഥാനമുണ്ടല്ലോ, പരിശുദ്ധാത്മാ പറയാ 1000 തലമുറ വരെ ദയ കാണിക്കുമെന്ന്. സ്തോത്രം കുറഞ്ഞു. എന്തുവാ നേടാൻ ഓടുന്നേ? എന്തോ പരാക്രമം അടിച്ച് നടക്കുന്നേ? ആയുസിന്റെ പകുതി തീർന്നില്ലേ? ആയുസിന്റെ പകുതിയല്ല, 3/4 ഭാഗം തീർന്നില്ലേ? കുഞ്ഞേ, ക്രിസ്തുവിനൊരു അടിസ്ഥാനം ഇടുന്നേ. നിന്റെ 3-ാം തലമുറ കഞ്ചാവിനും മയക്കമരുന്നിനോ അടിമപ്പെട്ട് നടക്കുന്നത് കാണാനിട വരാതിരിക്കാൻ ഇനിയും ഒരു പണിയുണ്ട്, ഇനിയും ഒരു യുദ്ധമുണ്ട്. യുദ്ധം തീർന്നിട്ടില്ല കുഞ്ഞ്. അബ്രഹാമിനെ പറ്റി എബ്രായ ലേഖനം പറയാം, അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തുകൊണ്ട് കൂടാരത്തിൽ പാർക്കുക. സ്വന്തം തലമുറയെ പോലും നേടാൻ പറ്റാത്ത എന്ത് സ്പിരിച്വാലിറ്റിയാ? എന്തുവാ നീ ദൈവത്തോട് ചോദിക്കുന്നേ? ലോത്തിനെ പോലെയുള്ള ചോദ്യങ്ങളാണോ കുഞ്ഞ്? ജ്ഞാനമുണ്ടാവട്ടെ. പ്രാർത്ഥിക്കാൻ സമയം എടുക്കുന്നവരാ ലവ് ഫീസിലെ എല്ലാവരും തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എന്ത് വിഷയമാ നിന്റെ പ്രയർ ലിസ്റ്റ് മുന്നിലിരിക്കുന്നേ? ദൈവമേ, നീ തരാന്ന് പറഞ്ഞ കാർ ഇതുവരെ കിട്ടിയില്ല. എത്ര വർഷമായി വാടക വീട്ടിൽ തന്നെ കഴിയുന്നു. ഒരു 3.5 സെന്റ് സ്ഥലത്തിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് കിട്ടിയില്ല. എന്ന് ഈ കടബാധ്യത മാറും? അതാണെങ്കിൽ നിന്നെ പറ്റി ഒരു പ്രത്യാശയും ദൈവത്തിനില്ലെന്നാ. സ്വന്തം തലമുറയെ നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ആരും രക്ഷിക്കാൻ നോഹയ്ക്ക് പറ്റിയില്ലെങ്കിലും സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ പറ്റി, സ്വന്തം മക്കളെ രക്ഷിക്കാൻ പറ്റി, മരുമക്കളെ രക്ഷിക്കാൻ പറ്റി. ഹലോ, എന്തുവാ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ അവസ്ഥ? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേൻ. കുഞ്ഞെ, ശോധന ചെയ്യണം. പിറുപിറുപ്പല്ല. എനിക്ക് തന്നില്ലേ, എനിക്ക് എന്താ വരാത്തെ, ഇതാണോ തന്നത്, ഇത്രയേ ഉള്ളൂ. എടാ, നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയുടെ അളവൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, ആ ശിക്ഷയുടെ അളവൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം ലാഭം. നിങ്ങൾ ചിന്തിക്കല്ലേ, മീഗൽ സിസ്റ്റർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ല 3 മക്കളും
നല്ല ഭർത്താവും നല്ല ജോലിക്കാരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് ചിരിച്ചുകൊണ്ട് നടക്കണേന്ന് കേട്ടാ. എൻ്റെ ചോയ്സാ കരയണോ വേണ്ടേ എന്നുള്ളത്. ദൈവം എന്നെ പഠിപ്പിച്ചു സന്തോഷിക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ ചോയ്സ് ആണെന്ന്. എന്റെ ഭർത്താവിനെ എനിക്ക് കിട്ടിയില്ലേ, ഞാൻ എന്നോട് തന്നെ പറയും, നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉയരത്തിലുണ്ടേ. ചെല്ലേ, ഇപ്പൊ ജെഫ്രിയുടെ ചാൾസിന്റെ കൂടെ ഇരിക്കേണ്ട സമയമല്ല, ക്രിസ്തു എന്ന മണവാളുടെ കൂടെ ഇരിക്കേണ്ട സമയം. അതുകൊണ്ട് അവന് മൈൻഡ് ചെയ്യാൻ നേരമില്ലാത്ത. ഹലോ, തലച്ചോറൊക്കെ ഒന്ന് ഇളകട്ടെ, എല്ലാത്തിൻ്റെ ചിന്തകളൊക്കെ ഒന്ന് മാറട്ടെ, പിശാച് കുച്ചി നിറച്ചതെല്ലാം അങ്ങ് അഴിച്ച് വീഴട്ടെ. അതങ്ങ് റഷിഖമന. നിങ്ങളൊന്ന് ചിന്തിച്ചേ, പൗലോസ് ശീലാസും അടികൊണ്ടാ കാരാഗ്രഹത്തിൽ കിടക്കുന്നേ. ഇവിടെ ഒരു പനി വരുമ്പോഴുള്ള ദേഹവേദന കാരണം ജോലിക്ക് പോവാത്തവരാ നമ്മള്. പനിയുടെ ദേഹവേദനയൊക്കെ ദേഹവേദന തന്നെയാണ്, ഞാനും അനുഭവിക്കുന്നതൊക്കെയാ. പക്ഷെ അടി കിട്ടിയ വേദന പോലെയല്ല അത്. അടി കിട്ടി മുറിവേറ്റിരിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോൾ പിശാച് പോയി പറഞ്ഞു കാണും. ഈ അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ പിശാചിൻ്റെ തന്ത്രം എന്താണെന്നറിയോ? അവൻ ഫസ്റ്റ് പേഴ്സണിലാണ് സംസാരിക്കുക. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടില്ല, എങ്കിലും സഭയുടെ ഓർമ്മപ്പെടുത്തൽ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ച് ഉണർത്തണമല്ലോ. പിശാച് എങ്ങനെയാ സംസാരിക്കുക? ഫസ്റ്റ് പേഴ്സണില്. മനസ്സിലായില്ലല്ലേ? കുറെ പേര് ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ നോക്കുന്നുണ്ട്. ഫസ്റ്റ് പേഴ്സണിൽ ഞാൻ പറയാം, ഞാൻ ഇച്ചിരി ക്ഷീണിച്ച് ഇങ്ങനെ ക്ഷീണം പോലെ ശരീരത്തിൽ തോന്നിക്കിടക്കുവാണെങ്കിൽ സാത്താൻ വന്നിട്ട് പറയും, മീകളെ നിനക്ക് ക്ഷീണമാണെന്നല്ല പറയാ. സാത്താൻ വന്നിട്ട് പറയൂ, എൻ്റെ കാതില് എനിക്ക് വയ്യ. അപ്പം ഞാൻ കേൾക്കോ, ശരിയാ എനിക്ക് വയ്യ. എൻ്റെ വിചാരം എൻ്റെ ചിന്തയാണെന്നാ. എൻ്റെ വിചാരം എൻ്റെ ചിന്തയാണെന്നാ. എനിക്ക് വയ്യ. അപ്പോഴാ ചാൾച്ചാൻ വന്നിട്ട് പറഞ്ഞു, ഇതുവരെ എണീറ്റില്ലേ, എന്താ ചായ ഇടാത്ത? കണ്ട, സാത്താൻ പറയുവാ, എനിക്ക് വയ്യാന്ന് മനസ്സിലായിട്ട് ഈ മനുഷ്യൻ കണ്ട എനിക്കൊരു സ്വൈര്യം തരത്തില്ല, അയാൾക്കൊരു ചായ ഇട്ട് കുടിച്ചൂടെ? എന്നിട്ട് ഞാനൊരു നോട്ടം നോക്കും, ആരുടെ കയ്യിലെ ടൂളായി ഞാൻ? അടുത്തത് ചാൾഷാൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങ് ഒറ്റ പോക്ക് പോയി. ഒന്നുമില്ലെങ്കിൽ എൻ്റെ മുഖം കാണുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാവണ്ടേ എനിക്ക് വയ്യാതിരിക്കാന്ന്. ഒന്ന് പ്രാർത്ഥിച്ചൂടെ? ഞാൻ വിചാരിക്കുന്ന മീകളാണ് ഇതെല്ലാം ചിന്തിക്കുന്നെന്നാ. കുഞ്ഞെ, എല്ലാ കാര്യവും ഇങ്ങനെയല്ലേ പറയുന്നേ? അവ ഫസ്റ്റ് പേഴ്സണിൽ നിന്റെ കാതിൽ മന്ത്രിക്കുന്ന തന്ത്രത്തെ നീ വെട്ടണം. അവൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടല്ല വരാം. നമ്മുടെ പാസ്റ്റർ എപ്പോഴും പറയത്തില്ല, ഓണിയുടെ ടിവിയിലെ പരസ്യം പോലെ കൊമ്പ് വെച്ച് വാലൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്ന ലുട്ടാപ്പി അല്ല പിശാച്. നമുക്ക് ആകെ കൂടി ചുമന്ന കളറുള്ള കൊമ്പ് വെച്ച വാല് പിടിച്ച് കുന്തം കയ്യിലുള്ള ഒരു ലുട്ടാപ്പിനൊക്കെ അറിയാം. അതാണ് പിശാച് എന്ന ലൂസിഫർ എന്നാ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പലരും അവന്റെ ആയുധമായി മാറുക. ദൈവത്തിന്റെ അഭിഷക്തദാസൻ ആ വചനം എടുത്ത് വായിച്ചു. അയ്യോ, അനാഖ്യന്റെ മക്കളെ ഞങ്ങൾ അവിടെ കടന്നു. സാത്താൻ പറയുക, ഞങ്ങൾ അവന്റെ മുമ്പിൽ വെട്ടുകിളി പോലെ. ആരാ തോന്നിച്ചേ? നിന്നോട് ആരാ പറഞ്ഞേ നിന്റെ ശബ്ദം എടുത്തോണ്ട് വരാനായിട്ട്? ഉടനെ തന്നെ അഭിഷേകമുള്ള, ജ്ഞാനമുള്ള, തിരിച്ചറിവുള്ള, ദൈവത്തെ പറ്റി അറിവുള്ള രണ്ടുപേർ എഴുന്നേറ്റ് നിന്ന് അവരെ അമർച്ച ചെയ്തു. നമ്മൾ ജയിക്കുമെന്ന്. നല്ല പനി പിടിച്ച പോലെ തോന്നുവാണെങ്കിൽ ജ്ഞാനം പറഞ്ഞു തരാം. ആ കട്ടിലുമെന്ന് ചാടി എണീറ്റ് ഒരു 5 കിലോമീറ്റർ അങ്ങ് ഓടിയാ മതി. ഹലോ, ഇത് സത്യമായ കാര്യമാകട്ടോ. ഞാൻ വെറുതെ അങ്ങ് വിടുവായിത്തരം പറഞ്ഞതല്ല. എൻ്റെ ഒരു കസിൻ ബ്രദർ ചെയ്യണ കാര്യമാ. പനി പിടിച്ചു കിടന്നാൽ
കക്ഷി അവിടെ കിടക്കത്തില്ല. ഉടനെ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് അമേരിക്കയിലെ തണുപ്പത്ത് പോലും മാരത്തോൺ ഓടാൻ നടക്കുന്ന ഒരു സിസ്റ്റർ എനിക്കുണ്ട്. അമ്പത്തിമൂന്നാം വയസ്സിൽ മാരത്തോൺ ഓടുന്ന ഒരു സഹോദരി എനിക്കുണ്ട്. ഞാൻ തമാശ പറയൂല കുഞ്ഞെ. എന്തിനാ ഓടണെന്നറിയോ? നമ്മളിപ്പോ 47 കാലുളുക്കിയിരിക്കുക ഇവിടെ. ഏതാണ്ട് ഇപ്പൊ ചാവുന്ന നമ്മുടെയൊക്കെ വിചാരം. 53-ാം വയസ്സിൽ ആ സ്ത്രീ മാരത്തോൺ ഓടാൻ കാരണം അവരുടെ 20കളിൽ അവളുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചിട്ട് ക്യാൻസർ അവളോട് പറഞ്ഞു, നീ ഇനി എഴുന്നേൽക്കത്തില്ല. ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഒരു ജീവിതം നിനക്കിനി ഈ ഭൂമിയിൽ ഇല്ല. സാത്താൻ എന്തെഴുതി വെച്ചോ അത് കേട്ട് ഓക്സിജൻ സിലിണ്ടറിനെ കെട്ടിപ്പിടിച്ചവളല്ല എന്റെ സഹോദരി. അവൾ പറഞ്ഞു, കർത്താവേ, നീ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുക ആരോഗ്യം എനിക്ക് വേണം. പടവെട്ട് ദൈവമക്കളെ. അനാവശ്യ കാര്യത്തിന് വാ തുറക്കാൻ നമുക്ക് നന്നായി അറിയാം. സാത്താനോട് സംസാരിക്കാൻ സഭ പഠിക്കട്ടെ. സാത്താനോട് സംസാരിക്കാൻ സഭ പഠിക്കണം. നമുക്ക് ദൈവത്തെ ചീത്ത വിളിക്കാൻ അറിയാം, പിറുപിറുക്കാൻ അറിയാം, അന്യോന്യം പോർ വിളിക്കാൻ അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാൻ സഭയോട് പറയട്ടെ, ജ്ഞാനത്തിൽ വിളിച്ചു പറയട്ടെ, നീ സാത്താനോട് സംസാരിക്കണം. സംസാരിക്കും വണ്ണം സംസാരിക്കണം. പിശാചേ, നിന്റെ ഒരു ചരക്കും ഈ ശരീരത്തിൽ നടക്കത്തില്ലെന്ന് വേണ്ടവർ വാതോർന്ന് പറഞ്ഞോ, ഇപ്പോഴേ പറഞ്ഞോ. ഇത് വീട്ടിൽ ചെന്ന് പറയാനുള്ള കാര്യമല്ല. നിന്റെ ഒരു ആയുധവും ഫലിക്കയില്ല. നിന്റെ ഒരു ആയുധവും ഫലിക്കയില്ല. സബല ശഖുറമന സത്തറിഗടാജന ശദര. എനിക്കറിയാം, ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വന്ന മെസ്സേജ് ഒന്നല്ല പറയുന്നേ. പക്ഷെ ഇതിനകത്ത് ദൂതുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് സഭയെ വിവേചിച്ചിട്ടാ പറയുന്നേ. പിശാചിന്റെ വോയിസിനെ കട്ട് ചെയ്യാനുള്ളൊരു അഭിഷേകം വേണ്ടവർ പ്രാപിച്ചെന്നേ. എല്ലാ ഡിപ്രഷൻ സ്പിരിറ്റിനെ ഞങ്ങൾ വെട്ടുന്നു. വചനം വെട്ടട്ടെ, വചനം വെട്ടട്ടെ, വചനം വെട്ടുന്നു, വചനം വെട്ടുന്നു, വചനം വെട്ടുന്നു. എല്ലാ ഭയത്തിന്റെ ദുരാത്മാവിനെ ഞങ്ങൾ വെട്ടുന്നു. നിനക്കൊരു കാര്യവും അസാധ്യമല്ലെന്നാ വചനം പറയുന്നേ. ക്രിസ്തു നിന്നിൽ ഉള്ളിടത്തോളം കാലം, എന്താ? ക്രിസ്തു നിന്നിൽ ഉള്ളിടത്തോളം കാലം നിനക്കൊരു കാര്യം അസാധ്യമല്ല. അപ്പോൾ മീഗൽ സിസ്റ്ററെ, ഞാൻ വ്യഭിചാരം ചെയ്ത ക്രിസ്തു പോവോ? ഞാൻ പാപം ചെയ്ത ക്രിസ്തു പോവോ?
ക്രിസ്തു ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏത് നേരവും ക്രിസ്തുവിൽ ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അപ്പൊ ക്രിസ്തു ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിക്കുവാന്നോ? ആണോ? എനിക്കറിയത്തില്ല. ഞാൻ വചനം വായിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞത് ലോകാവസാനത്തോളം എല്ലാ നാളും. അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ ബൈബിളിലോ? ലോകാവസാനത്തോളം നിങ്ങൾ നന്നായി ബൈബിൾ വായിക്കുന്ന ദിവസങ്ങളിലും നിങ്ങൾ പ്രാർത്ഥനയിൽ 5 മണിക്കൂറെങ്കിലും ചെലവഴിക്കുന്ന ദിവസങ്ങളിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണോ പറഞ്ഞേ? എനിക്ക് നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നേ. അതിന്റെ അർത്ഥം എനിക്ക് വ്യഭിചാരം ചെയ്യാമെന്നാണോ? വ്യഭിചാരം ചെയ്യാനുള്ള ലൈസൻസ് ഒന്നല്ല തരുന്നേ. കുഞ്ഞെ, നീ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം ജഡത്തെ ജയിക്കാൻ വലിയ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ഞാൻ തമാശ പറയുമല്ല കുഞ്ഞെ. ഈ ലോകത്തിൽ നിന്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം നീ തന്നെയോ? ഞാനിവിടെ ചിലരുടെ പേരെടുത്ത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ഇനി അവരെ പോയി കളിയാക്കരുത് കേട്ടോ. പക്ഷെ എനിക്ക് ആത്മാവിൽ അവരോടുള്ള ഫ്രീഡത്തിലാണ് ഞാൻ ചിലത് പറയുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് എലൈജയ്ക്ക് കഴിഞ്ഞ ദിവസം നല്ലൊരു ജോലി ദൈവം ഒരുക്കി കൊടുത്തു. ആമേൻ, സ്തോത്രം പറ. അവൻ ആ ജോലിക്ക് പോയി 2-ാം ദിവസം മുതൽ തുമ്മല, 2-ാം ദിവസം മുതൽ പനിയാ. നിങ്ങൾക്കറിയോ, 3-ാം ദിവസം അവിടുത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് മേടിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നെ കൊണ്ട് കാണിച്ചു. ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത് 3 ദിവസം കൊണ്ട്. പക്ഷെ ശരീരം കൊണ്ട് അനങ്ങാൻ വയ്യ. 3 ദിവസമായിട്ട് ഇപ്പൊ ലീവാ. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ഇത് സാത്താനല്ല. നീ ദൈവഹിത പ്രകാരമുള്ള വേലയ്ക്ക് ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ അവനെ കുറിച്ചുള്ള ദൈവേഷ്ടം ജോലിക്ക് കയറാന്നുള്ളതായിരുന്നേ. ജോലിക്ക് കയറിയപ്പോൾ മുതൽ ശരീരം പറയാ ചെയ്യരുത്. ചെയ്യരുത്, നീ പോകരുത്. നമ്മൾ വിചാരിക്കണേ സാത്താനാണ് നമ്മളെ വന്ന് എന്ത് ചെയ്യണേ. നിന്റെ ഈ ശരീരം ഉണ്ടല്ലോ, നിന്റെ ഏറ്റവും വലിയ ശത്രുവാ. എന്റെ ചിന്തകൾ, എന്റെ ഇഷ്ടങ്ങൾ, ഇതെല്ലാമാ നിന്റെ ഏറ്റവും വലിയ ശത്രു. എന്തിനാ മക്കളെ വളർത്തണേന്ന് ചോദിച്ചേ. നമ്മുടെ അപ്പച്ചന്മാര് അമ്മച്ചിമാര് പറയായിരുന്നു, 10 മക്കളൊക്കെ ഉള്ളപ്പോഴേ 9 എണ്ണത്തിനെ നല്ല നിലയിൽ വിടും, ഒരെണ്ണത്തിന് ഒരു മന്ദബുദ്ധിയാക്കി വീട്ടിൽ നിർത്തും. നിങ്ങൾ കണ്ടിട്ടുണ്ട്? 10 മക്കളൊക്കെ ഉള്ള വീട്ടിൽ ചെന്ന് കാണാൻ നിങ്ങൾക്കറിയാം. അന്ന് ഈ പശുവിനെയും കൃഷിയൊക്കെ ചെയ്ത് അവർ ഈ മക്കളെ വളർത്തുമ്പോൾ 9 എണ്ണവും പഠിച്ച് നല്ല ജോലിയിലൊക്കെ ആയി കാണും. ഒരെണ്ണത്തിന് നമ്മുടെ ദാവീദ് ആ കൂട്ടത്തിലായിരുന്നേ. ഹലോ, അപ്പൻ്റെ നല്ല മക്കളൊക്കെ മിടുക്കരായി പഠിച്ച് ആർമിയിലും നേവിയിലൊക്കെ രാജാവിൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യത്തക്കവണ്ണം ഓഫീസർ കോട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഒരുത്തൻ ചേട്ടന്മാർ ഊരിയിടുന്ന ഡ്രസ്സ് എടുത്ത് അലക്കാനും അപ്പൻ്റെ ആടിനെ മേച്ചുകൊണ്ട് നടക്കാനും പഠിപ്പിച്ചില്ലെന്നേ. കാരണം ആ അപ്പനമ്മമാർക്കൊരു ബോധമുണ്ട്, ഇതിനൊക്കെ പഠിപ്പിച്ച് വിട്ടാൽ ഇതൊന്നും എന്നെ നോക്കത്തില്ല, എന്നെ നോക്കാൻ ഒരു കഴിവ് കെട്ടവനാക്കി ഒരുത്തൻ ഇവിടെ കൂടെ നിർത്തണമെന്ന്. ആ വിവരം നമുക്കില്ലാതെ പോയി. നമ്മളെല്ലാവരും ഞാൻ പഠിച്ചില്ലേലും എൻ്റെ കുഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു വിട്ടപ്പോൾ പഠിച്ചതൊക്കെ ഓടിപ്പോയി. ആ പത്തനംതിട്ട വഴി കൂടെ നിങ്ങൾ വെറുതെ വണ്ടി ഓടിച്ചു പോയാൽ മതി. 30 സെന്റിലും 60 സെന്റിലും 1 ഏക്കറിൽ 2 ഏക്കറിലൊക്കെ കൊട്ടാരം പോലത്തെ വീട്ടിൽ വടി പിടിച്ചൊരു അമ്മച്ചിയും കാണും. ഹലോ, മക്കളെ എല്ലാം നല്ല നിലയെത്തിച്ച് ആശ്വസിച്ചിരിക്കല്ലേ. എന്തിനായിരുന്നേ? എന്തോ നേടി. കുഞ്ഞേ, നിന്റെ മക്കളെയൊക്കെ വളർത്തിക്കോ മാക്സിമം 20 വയസ്സ് വരെ. മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ 16 വയസ്സ് വരെ പോലും നോക്കരുതെന്നാ.
അവർക്ക് നീ തിന്നാനൊക്കെ കൊടുത്തോ, വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. തിന്നാനൊക്കെ കൊടുത്തോ, പക്ഷെ ആശ വെക്കരുത്, ആശ വെക്കരുത്. നീ എന്നിട്ട് നിന്റെ ആത്മിക സന്താനങ്ങളെ ജനിപ്പിക്കണം. നിന്റെ കുഞ്ഞിന് നല്ല സൂട്ട് മേടിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു കൊച്ചിനൊരു ഷർട്ടെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന്, ഒരു 150 രൂപയുടെ ഒരു ഷർട്ടേലും മേടിച്ചു കൊടുത്താൽ അവൻ നിന്നെ ഓർക്കും കുഞ്ഞ്. ഞങ്ങളുടെ അനുഭവമാ പറയണേ. എന്തിനെ ഒത്തിരി ദൂരമൊന്നും പോണ്ട. ഡിസംബർ 20 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിച്ചത് എൻ്റെ ആത്മീയ മക്കളാ. എൻ്റെ 3 മക്കളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കരഞ്ഞില്ല കേട്ടോ, പിറുപിറുത്തുമില്ല. ഇവന്മാരെയൊക്കെ തീറ്റി. കാരണം എനിക്കിത് നേരത്തെ കിട്ടിയ ജ്ഞാനമാ. ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ? ഇറ്റേണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം കുഞ്ഞ്. നീ ഉദരത്തിൽ ചുമന്ന 10 മാസം കൊണ്ട് വേദനിച്ച് പ്രസവിച്ചെന്ന അഹങ്കാരം പറയുന്നത് നിന്റെ കയ്യിൽ ഇരിക്കാനുള്ളതല്ല. അതിനെ അങ്ങ് വിട്ടുകൊടുക്ക. ആത്മാവിന്റെ ഉദരത്തിൽ ജനിപ്പിക്കേ. ആത്മാവിന്റെ ഉദരത്തിൽ ചിലതിനെ ജനിപ്പിച്ചാൽ അവർ ഒരിക്കലും നിന്റെ വെഡിങ് ആനിവേഴ്സറി മറക്കത്തില്ലെന്ന്, അവൻ ഒരിക്കലും നിന്നെ കൈക്കൊള്ളാതിരിക്കത്തില്ലെന്ന്, അവൻ ഒരിക്കലും. ആ സ്വാർത്ഥത അങ്ങ് പൊട്ടട്ടെ. കേരളത്തിന്റെ മണ്ണിൽ മക്കൾ പ്രേമം കൊണ്ട് സ്വാർത്ഥര അന്തരായി കിടക്കുന്ന ദൈവമക്കളുടെ ആ സ്വാർത്ഥതയുടെ തലമങ്ങ് പൊട്ടട്ടെ. അതിനെങ്ങനെയാ? എന്റെ മക്കളെ വിട്ടിട്ട് എനിക്ക് വേറെ കളിയില്ല. എന്തുകൊണ്ടാ ഈ ദൂത് കയറി വന്നെന്ന് എനിക്ക് അറിയത്തില്ല. ആർക്കോ ഉള്ള ദൂത, അതുകൊണ്ടാ കയറി വന്നേ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല. പരിശുദ്ധാത്മാവിനെ കൊണ്ട് പറ, കുഞ്ഞെ ജ്ഞാനം വേണം, ജ്ഞാനം, ജ്ഞാനം വേണമെന്ന്. അബ്രഹാമിനോടൊന്ന് ചോദിച്ചേ, അവ സ്വന്തമായി സൂക്ഷിച്ചത് ആരെയായിരുന്നെന്നറിയോ? എലയാസറിനെ ആയിരുന്നേ. ഈ എലയാസർ മാത്രമേ എനിക്ക് ഉള്ളെന്ന് പറഞ്ഞെടുത്ത് ഇത് ഹാഗാറിന്റെ ഉദരത്തിൽ ഒരു ശിശു ജനിക്കുക. സ്നേഹം മുഴുവൻ അബ്രഹാമിന് അവനോടായി. അവൻ അബ്രഹാമിന്റെ മടിയിലാ വളർന്നേ. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ദാസിയായി മകനെ പുറത്താക്ക്. ഒരു നിമിഷം പോലും എന്തില്ല അബ്രഹാം മാന്തിച്ചില്ല കുഞ്ഞെ. ഒരു തുരുത്തി വെള്ളവും ഇച്ചിരി അപ്പവും കെട്ടിക്കൊടുത്തിട്ട് തൻ്റെ ഹൃദയമായ തൻ്റെ ആദ്യജാതനെ അവൻ ഇറക്കി വിട്ടെന്ന്. ശബനസത്തറി. അടുത്തത് പറയുക, ഒരു കുഞ്ഞുണ്ടായി സാറയുടെ ഉദരത്തിൽ. 25-ലധികം വർഷം കാത്തിരുന്നുണ്ടായതാ. അവന്റെ സന്തോഷം കണ്ടുകൊണ്ട്, അവന്റെ വളർച്ച കണ്ടുകൊണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ, മൂത്ത മകനെ നഷ്ടപ്പെട്ട വേദന ഹൃദയത്തിൽ ഉണ്ടെങ്കിലും രണ്ടാമത്തെ പുത്രനെ ഓർത്ത് സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുക, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ആ ഇസഹാക്കിനെ തന്നെ. തെറ്റിയില്ല എൻ്റെ അപ്പനെ. വെക്കട യാഗപീഠത്തിൽ. ലവ് ഫീസ് മൊത്തം മരവിച്ചെന്ന് എനിക്ക് തോന്നണേ. ഹലോ, വേദനയില്ലാഞ്ഞിട്ടല്ല കുഞ്ഞേ, നല്ല വേദനയുണ്ട്. ഞാനും വേദനയോടെ പ്രസവിച്ചതാ. എനിക്കും വേദനയുണ്ട്, എനിക്കും സങ്കടങ്ങളുണ്ട്. എന്നോട് പരിശുദ്ധന്മാ പറഞ്ഞു, നിന്റെ കുഞ്ഞുങ്ങളെ യാഗപീഠത്തിൽ വെച്ച് വെട്ടിക്കളയണം. അത് വെട്ടിയതുകൊണ്ടാണ് ഒരു വെള്ളിയാഴ്ച വന്ന അഭിഷക്തൻ അനറ്റിനെ നോക്കി പറഞ്ഞത്, കുഞ്ഞെ പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്, നിന്റെ തന്തയല്ല നിന്റെ തന്ത, ഞാനാണ് നിന്റെ അപ്പനെന്ന്. ഹലോ, ഞങ്ങൾ മാതാപിതാക്കൾ തന്നെയാ. പക്ഷെ ദൈവ ശബ്ദത്തെ നീ യാഗമാക്കാൻ തയ്യാറായാൽ നിന്റെ തലമുറ ദൈവത്തിന്റെ മക്കളായി വളരുമെന്ന്. നിങ്ങൾ എല്ലാവരും കണ്ടതാ.
ഞാനും കർത്താവിനോട് പറഞ്ഞു, അനറ്റിന്റെ കല്യാണം വന്നപ്പോ എൻ്റെ കയ്യിൽ 5 പൈസയില്ല, ഞങ്ങളുടെ കയ്യിൽ 5 പൈസയില്ല അവളുടെ വിവാഹം നടത്താൻ. ഞാൻ ദൈവത്തോട് ഇതേ ഡയലോഗ് തിരിച്ചടിച്ചു, നീയല്ല അവളുടെ അപ്പൻ, നിന്റെ മോളുടെ കല്യാണം നടത്തുന്നത് എനിക്കും കാണണം. ഹലോ ഹലോ, എന്റെ കർത്താവ് അവളുടെ മകളുടെ കല്യാണം നടത്തിയത് നമ്മളെല്ലാം കാണാൻ മാത്രമല്ല, അനുഭവിക്കുക കൂടി ചെയ്തു. നഷ്ടം വന്നോ? സഭയെ നഷ്ടം വന്നോ? അനറ്റ് പോയപ്പോൾ ഒരു സാമിനെ നമുക്കങ്ങ് തന്നു ദൈവം. എന്നോട് ഈ ചർച്ചിലുള്ള ഒട്ടുമിക്കാല് സഹോദരിമാർ പറഞ്ഞു, പുതിയൊരു പയ്യൻ വന്ന ഫീലിംഗ് ഇല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഏതോ ഒരുത്തൻ. ചാൾഷാനും അവനും നിൽക്കുമ്പോൾ ചാൾഷാന്റെ മൂത്ത മോനെന്നാ തോന്നണേ, ബാബുജി പാസ്റ്ററേക്കാളും മുഖച്ചായ തോന്നുന്നത്. ഇന്നലെ കൂടെ ഞാൻ അവനോട് പറഞ്ഞുള്ളൂ, ഹലോ, ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് നഷ്ടം വന്നവരുടെ ചരിത്രം ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടിട്ടില്ലെന്ന്. ഇസഹാക്കിനെ യാഗപീഠത്തിൽ വെച്ചതുകൊണ്ട് അബ്രഹാമിന് മക്കളില്ലാതിരുന്നില്ല. പിന്നെ ഉണ്ടായെന്ന് കെതൂറയില്. പക്ഷെ ഇതൊന്നും അബ്രഹാം എടുത്തില്ല. അവൻ അങ്ങ് യാത്രയായിരുന്നു. എത്ര പേർ ഏൽപ്പിക്കപ്പെടും? പരിശുദ്ധാത്മാവ് ചോദിക്കുക, ജ്ഞാനമുള്ളൊരു ഹൃദയം ചോദിക്കുക കുഞ്ഞെ. നിന്റെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നിന്റെ കുഞ്ഞല്ലേ? നിന്റെ ഏറ്റവും വലിയ വേദന അതല്ലേ? കുഞ്ഞ് ദിവ്യ സുന്ദരനാണെന്ന് കണ്ട അമ്മ പോലും, ജ്ഞാനമുള്ള സ്ത്രീ അവനെ ഒരു ഞാങ്ങണ പെട്ടിയിലിട്ട് അങ്ങ് ഒഴുക്കിക്കളഞ്ഞെന്ന് നൈൽ നദിക്ക്. പറ്റുമോ? കർത്താവ് എനിക്ക് വിടുതൽ തന്നില്ലേ, കർത്താവ് എനിക്ക് സന്തോഷം തന്നില്ലേ എന്ന് കരയുന്നോടത്ത് ഇവിടെ ഇരിക്കുന്ന 80% ആളുകളുടെ പല രോഗങ്ങളും അഴിയും. തലമുറയെ ഒന്ന് പറഞ്ഞു വിട്ടാൽ ഹൃദയത്തിൽ നിന്ന് ആകെ കൂടി നമ്മൾ പറയത്തില്ലേ, സ്റ്റേജ് പെർഫോമൻസിലെ എല്ലാം ഇരുട്ടാക്കിയിട്ട് സ്പോട്ട്ലൈറ്റ് എടുത്തില്ലേ? ഇവിടെ എല്ലാം ഇരുട്ടിട്ടിട്ട് സ്പോട്ട്ലൈറ്റ് ഇട്ടാൽ ഞാൻ മാത്രം കാണും എന്ന് പറഞ്ഞ പോലെ ലൈഫിന്റെ മൊത്തം സ്പോട്ട്ലൈറ്റ് ഇരിക്കുന്നത് ഒരു തലമുറയുടെ മേലെ. കർത്താവ് അനങ്ങൂല, കർത്താവ് അനങ്ങൂല. നോക്ക്, നമ്മുടെ ദൈവദാസന്മാർ നിങ്ങളെ പറ്റിച്ചതാണോ, നിങ്ങൾ കേട്ട് ഏറ്റെടുത്താണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വചനം കഴിച്ചപ്പോൾ കണ്ടു, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. എടാ, മത്തായിലും മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനും സുവിശേഷങ്ങളിൽ ഞാൻ കണ്ടു, അപ്പോസ്തല പ്രവൃത്തി വരെ കണ്ടു. പക്ഷെ ലേഖനം വന്നപ്പോൾ, സഭ ഉൽപ്പാദിതമായപ്പോൾ, സഭയ്ക്ക് നിയമങ്ങളും ചട്ടങ്ങളും വെച്ചപ്പോൾ പൗലോസ് പറയുക, എൻ്റെ ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലെന്ന്. ഞാൻ കരഞ്ഞത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നതാണോ വിശ്വാസം? മക്കൾക്ക് വേണ്ടി ഉപവസിക്കും തോറും അവൻ തല തിരിഞ്ഞുകൊണ്ടേയിരിക്കുക. കുഞ്ഞെ, വിടുതൽ വേണോ? നീ വിടുതൽ കാണാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? ആ പക്ഷപാത രോഗിയോട് കർത്താവ് ചോദിച്ച പോലെ സൗഖ്യമാവാൻ മനസ്സുണ്ടേ? മനസ്സുണ്ടോ? ലൗഫി സഭയെ തലമുറയുടെ ഡെലിവറൻസ് കാണാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ അഭിഷക്തൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും കൂടി ഇരുന്ന് കേൾക്കണേ എന്താന്ന് അത്ഭുതം നടക്കാൻ. ഒന്നാമത്തത്, നിന്റെ ഏത് വിഷയമാണോ നിനക്ക് എത്ര തലവേദനയായിരിക്കുന്നത്, അതിൽ ഓൾറെഡി വിടുതൽ വന്നതാണെന്ന് നീ വിശ്വസിക്കണം. ഞാൻ തേജസ്സിന് വേണ്ടി കരഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നാണോ ഇല്ലേ കുഞ്ഞ് നിനക്ക് കരയാനായിട്ട്? ഞാൻ ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യണം? നീ എന്നോട് വചനം ചോദിക്കേ.
കണ്ണുനീരാണോ വിടുതൽ കൊണ്ടുവരണേ? ഈ വചനം പറയുന്നില്ലത്. വചനം വിടുതൽ കൊണ്ടുവരും കുഞ്ഞ്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കീ എത്ര വലിയ വാതിലാണെങ്കിലും കുഞ്ഞെ കീ കൊണ്ട് തുറക്കുന്നത് പോലെ. വാതിലിനോളം വലുപ്പമുള്ള കീ ആരും കൊണ്ട് നടക്കാറില്ല. അങ്ങനെ കൊണ്ട് നടക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ വീടിൻ്റെ വാതിൽ 8 അടിയെങ്കിലും ഉണ്ട് ഉയരം. പക്ഷെ അതിൻ്റെ കീ എൻ്റെ ഈ കൈവെള്ളയിൽ കൊള്ളുന്നതാ. ചെറിയ 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 വിടുതൽ, ചെറിയ വിടുതൽ, ചെറിയ വിടുതൽ വൻ കാര്യങ്ങളെ കൊണ്ടുവരും. ചെറിയ അനുസരണം വലിയ വിടുതൽ കൊണ്ടുവരും. ചെറിയ വചനം ആഴങ്ങളെ കത്തിക്കും. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഞാൻ കരയുന്നത് കൊണ്ടല്ല വിടുതൽ നടക്കുന്നേ. വചനം ചോദിക്കണം. ഞാൻ ചോദിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ വിടുതലിൻ്റെ വചനം എന്താ? ഞാൻ പറഞ്ഞുതരില്ല, ദൈവം എനിക്ക് തന്നു, നിങ്ങൾ അങ്ങനെ കേൾക്കണ്ട. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, ദൈവദാസൻ പറഞ്ഞ അതേ കാര്യം. ഈ വചനം അവൻ പ്രശ്നം ഉണ്ടാക്കുമ്പോഴൊക്കെ നീ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. കേട്ടില്ല സഭ? നിന്റെ പ്രശ്നം എത്ര വലുതായാലും കുഞ്ഞേ, നീ വചനം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കണം. വചനം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വചനം അതിന്റെ ശക്തിയെ തുറന്നുവിടും. വചനം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ, വചനം അത് ചലിക്കുവാൻ തുടങ്ങും. വചനം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ, വചനം പ്രായോഗിക തലത്തിൽ അത് വെളിപ്പെട്ട് വരും. അതിനാ അഭിഷക്തദാസൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളെ ആൾക്കാരെയൊക്കെ പുറത്താക്കണമെന്ന്. നീ ചിന്തിക്കേണ്ടത് ഇവൻ ഇങ്ങനെയാവൂ, ഇവൻ നശിക്കും, ഇവൻ രക്ഷപ്പെടാവോ, ഇവൻ ദൈവത്തിന് നേരെ പള്ളു പറയുകയാണ്, ഇവൻ ദൈവത്തെ ഒരു ബഹുമാനവും ഇല്ല, പിന്നെ എങ്ങനെ ദൈവം ഇവന് വേണ്ടി പ്രവർത്തിക്കും? നിന്നോട് ആര് പറഞ്ഞു അവനെ നന്നാക്കാൻ പോവാൻ? അവൻ നിന്റെ നേരെ ശത്രു, നിന്റെ നേരെ കയറി വരുമ്പോൾ നിനക്ക് നിന്റെ കുഞ്ഞിനെതിരെ നെഗറ്റീവ് കാര്യങ്ങൾ നിന്റെ കാതിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇവൻ നന്നാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇവൻ ശരിയാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞെ ഈ വചനം വിളിച്ചു പറയണ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന ആ വചനത്തിൽ ഉറക്കെ പിടിച്ച് പറയണ, ഇവൻ ഒരു തിമോഥെയോസാണ്, ഇവൻ ഒരു തീത്തോസാണ് കുഞ്ഞെ. Rimana bala kabara safara dina dana 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 da ruka baba mana rashakala bada dura sapala daraja shambhara sukhana dhara dhana 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 dara ghamana dhura jaga dhaba laga bala bale shambhara dhura dhara dhura 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 shakala manda raba na raja mana gada bada raba laga shoutite സാത്താന്യ ചിന്തകളെ പുറത്താക്കട്ടെ. മട 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 മണ 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 ശംഖാല ധൂര ജന വധര ഘബല ശഫര സകാല ഭണ്ഡാര ഉഡാധാര സഖേ രബന ധന ജന സന്ദ ഉഡാധാര ധീര ധാര 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 ടകാല ഖണ്ഡക രാജ മണ്ഡകാല വശസാര ധൂര ധാര ധാര ടകാല ധൂര ജമ നശകാല ഹാ. പിശാചേ, നിന്റെ ചരക്കൊന്നും ലവ് ഫീസിൽ നടക്കത്തില്ല. നിന്റെ ചരക്കൊന്നും ഞങ്ങൾ മേടിക്കത്തില്ല. നിന്റെ ചരക്ക് ഇവിടെ വിറ്റഴിക്കാൻ പറ്റത്തില്ല. ചങ്ങലകൾ അഴിയട്ടെ. ബുദ്ധിക്കെട്ടിനെ അഴിക്കുന്നു, ബുദ്ധിക്കെട്ടിനെ അഴിക്കുന്നു, ബുദ്ധിക്കെട്ടിനെ അഴിക്കുന്നു.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയാതെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ശക്തികൾ അവിശ്വാസമുള്ള ദുഷ്ട തലമുറയിൽ നിന്ന് മാറിപ്പോകുവാൻ, അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം മാറിപ്പോകട്ടെ. സഭ ചവിട്ടുന്നു എറണാകുളത്തിന്റെ ശക്തികളെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ നിരാശയിലേക്ക് കൂപ്പുകുത്തിക്കുന്ന ദുരാത്മ മണ്ഡലത്തെ സഭ ചവിട്ടുന്നു. ദൂതമാരിറങ്ങട്ടെ, ദൂതമാരിറങ്ങട്ടെ. ബുദ്ധിയുടെ ശക്തിയെ പ്രബലമാക്കുന്ന പുരുഷന്റെ ഊരിക്കൽ ഉടയപ്പെടട്ടെ. മാതാവേ, പിതാവേ, ഉത്തരമില്ലാത്ത ഒരു ക്വസ്റ്റ്യന് നീ ആൻസർ ചെയ്യേണ്ട വരത്തില്ല. വിടുതലില്ലാത്ത ഒരു പ്രശ്നത്തിലും ദൈവം നിന്നെ എൻ്റർ ആക്കത്തില്ല. മറുപടി ഇല്ലാത്ത ഒരു സങ്കടവും നിന്റെ ജീവിതത്തിൽ അവൻ അനുവദിക്കത്തില്ല. ഗ്ലോറി ഇല്ലാത്ത ഒരു കഷ്ടതയും നിന്റെ ജീവിതത്തിലില്ല. ഹല്ലേലൂയാ. എന്റെ കുഞ്ഞേ, ഈ ഭൂമിയിലെ ഏറ്റവും വില പിടിച്ച ജുവല്ലറി എന്താണെന്നറിയോ? അത് കക്കയ്ക്കകത്തുണ്ടാകുന്ന മുത്തുകളാ. ഒറിജിനൽ മുത്തുണ്ടാകുന്നത് സന്തോഷത്തിലൂടെയല്ല കുഞ്ഞേ. ആ കക്കയുടെ ശരീരത്തിൽ ഏൽക്കുന്ന മുറിവിനകത്തുനിന്ന് ആ മുറിവുകളെ, അതിനകത്തേക്ക് ഇറങ്ങി വന്ന ആ മൺതരികളെ ഇല്ലായ്മ ചെയ്യുവാൻ അതിന്റെ ശരീരം പുറപ്പെടുവിക്കുന്ന ആ സെക്രീഷനാണ് മുത്തായി മാറുന്നതെങ്കിൽ, എന്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു കഷ്ടതയും വ്യർത്ഥമല്ല. നിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു കഷ്ടതയും വ്യർത്ഥമല്ല. ഓ, ഉത്തമഗീതത്തിൽ ഒരു മനോഹരമായ ഒരു വാക്കുണ്ട്. ഒരിക്കൽ ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞ വചനം, അതുകൊണ്ട് ഞാൻ മറക്കത്തില്ല.
അതിൻ്റെ അർത്ഥം എത്രയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി ആത്മാവ് പറഞ്ഞപ്പോൾ. ആ വാക്യം ഇങ്ങനെയാ കുഞ്ഞേ, നിന്റെ ഒരു നോട്ടം കൊണ്ടും നീ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല കൊണ്ടും നീ എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നെന്ന്. ഹലോ, നിന്റെ ഒരു നോട്ടം കൊണ്ട് കർത്താവിനെ ഭ്രമിപ്പിക്കാൻ പറ്റുമോ? കർത്താവിനെ ഭ്രമിപ്പിക്കാൻ പറ്റുമോ കുഞ്ഞേ? നിന്റെ കഷ്ടതയോടുള്ള സമീപനം ഒന്ന് മാറ്റിയാൽ, പൗലോസ് പറയാ, ഇനി കഷ്ടതയോ? എന്തിനു പേടിക്കുന്നു? എന്റെ അപ്പന്റെ കഷ്ടങ്ങളിൽ ഇനി തികയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാനത് പൂർത്തീകരിക്കും. അവൾ അണിഞ്ഞിരിക്കുന്ന മാല അവളുടെ കഷ്ടതയ്ക്കകത്തുരുവായ മുത്തുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുക. അത് കണ്ടാൽ സ്വർഗം ഭ്രമിക്കും കുഞ്ഞേ. ദൈവത്തിന്റെ ഹൃദയത്തെ അപഹരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ഹൃദയത്തെ പിടിച്ചെടുക്കത്തക്കവണ്ണം 800 കോടിയിലധികം ജനം ഭൂമിയിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവന്റെ കണ്ണ് നോക്കുമ്പോൾ മീകളുടെ മേൽ പതിഞ്ഞാൽ ഇതിൽ പര സന്തോഷം ലോകത്ത് വേറെ എന്താ ഉള്ളത്? ഒന്ന് കൂടാവോ? യേശുവിന്റെ കൂടെ ഒന്ന് കൂടാവോ? യേശുവിന്റെ കൂടെ നടക്കാൻ തയ്യാറാണോ? യേശു കടന്നു പോകുന്ന വഴികൾ മുള്ളും കല്ലുമൊക്കെ ഉള്ളതാണെങ്കിലോ അവൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല കുഞ്ഞേ. ഞാൻ കാണുന്ന പലരുടെ തലയുടെ മേലൊരു വെളിച്ചമടിച്ചിട്ട് നീരാളി പോലെ ചില ജീവികൾ അഴിഞ്ഞു മാറുന്നത്. ആയുസിന്റെ നല്ല ദിവസങ്ങൾ, നല്ല സംവത്സരങ്ങൾ, നല്ല വർഷങ്ങൾ നിരാശയിലും മുന്നോട്ട് പ്രത്യാശയില്ലാതെ നിന്റെ ജീവിതത്തെ പിശാച് തളച്ചിട്ടടുത്ത് നിന്ന് സടകുടഞ്ഞെഴുന്നേൽക്കു കുഞ്ഞേ. കാരണം ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ ഗർജിക്കുന്ന സിംഹമായി നിന്റെ കൂടെയുണ്ട്. വേണ്ടവർ കേറി പിടിച്ചാട്ടെ. നീ അനാഥയല്ല. നിനക്കാരുമില്ലെന്ന് പിശാച് പറയുമ്പോൾ അത് ഏറ്റെടുക്കാതെ നീ തിരിച്ചു വിളിച്ചു പറയണം, ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ എന്റെ കൂടെയുണ്ട്. ഗർജിക്കുന്ന സിംഹങ്ങളെ വിഴുങ്ങുവാൻ മഞ്ഞുരുകുപോലെ ചില വിഷയങ്ങൾ അഴിഞ്ഞു മാറുന്നു. മഞ്ഞുരുകുപോലെ അഴിഞ്ഞു മാറുന്നു. ഞാൻ കാണുന്നു ഒരു മെതിവണ്ടി സമുദ്രത്തിൽ നിന്ന് കയറി വന്ന് ഒരു മെതിവണ്ടി ഇതാ പർവ്വതങ്ങളെ മെതിച്ച് ഇല്ലായ്മ ചെയ്യും വണ്ണം കയറി പോകുന്നത് പോലെ കുഞ്ഞ് നിന്റെ മുൻപിലുള്ള പ്രശ്നങ്ങളുടെ മുൻപാകെ പരിശുദ്ധാത്മാവ് നിന്നെ ഒരു ആയുധമാക്കാൻ പോകുന്നു.
ഇസ്രായേൽ പുഴുവായ ഇസ്രായേലേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കും. നീ പർവ്വതങ്ങളെ മെതിച്ച് കുന്നുകളെ പൊടിയാക്കി മുന്നോട്ട് നീങ്ങുകുഞ്ഞ്. പുതിയ വഴി വെട്ടുന്നവർ, പുതിയ വഴി വെട്ടുന്നവർ, പുതിയ വഴി വെട്ടുന്നു. ചിലർ പുതിയ വഴി വെട്ടുന്നു. തലമുറകൾക്ക് നിന്റെ പിന്നാലെ വരുന്ന ആയിരങ്ങൾക്ക് നടക്കുവാൻ പുതിയ വഴി വെട്ടുന്നു. വഴിവെട്ടട്ടെ, 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 വഴിവെട്ടട്ടെ. ദൂതന്മാർ സഹായകരായ ദൂതന്മാർ ഇറങ്ങി സഭയെ ശുശ്രൂഷിക്കട്ടെ. സ്വതന്ത്രമാകോ. വചനം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. ജ്ഞാനം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. ചില രോഗബന്ധനങ്ങൾ അഴിയുന്നു ഞാൻ കാണുന്നു. ചില രോഗബന്ധനങ്ങൾ അഴിയുന്നു ഞാൻ കാണുന്നു. ചില സ്കിൻ ഡിസീസുകൾ യേശുവിൻ നാമത്തിൽ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. മാനസിക ബുദ്ധിമുട്ട് മൂലം ശരീരത്തിൽ വന്നിരിക്കുന്ന ചില സ്കിൻ ഡിസീസുകൾ അഴിയുന്നു. കുഞ്ഞുങ്ങളിൽ കാണുന്ന എക്സിമോ അവന്റെ മാനസിക മണ്ഡലത്തിൽ ഉരുവായ ചില പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുനാൾ മുതൽ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന എക്സിമകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. വെട്ടിപ്പിടിക്കട്ടെ, 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 വെട്ടിപ്പിടിക്കട്ടെ. നിന്റെ അവകാശങ്ങളെ വെട്ടിപ്പിടിക്കട്ടെ സഭയെ. ലൗഫീസ് ഫാമിലിക്കകത്ത് മൂന്നാം ഞായറാഴ്ച സ്വർഗം പറഞ്ഞയച്ച തിരുവെഴുത്തുകളെ, ദൈവവചനത്തെ, വെളിപ്പാടിനെ, അഭിഷക്ത ഗണത്തിൽ നിന്ന് വന്ന ദൂതുകളെ ആത്മാവിൽ ഒപ്പിയെടുത്ത് സ്വീകരിച്ച് മുൻവിധി കൂടാതെ വിടുതലായി ഏൽപ്പിക്കപ്പെടട്ടെ. രണ്ട് കരമടിച്ച് ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ. എല്ലാ പ്രൈഡിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. എല്ലാ നിരാശയുടെ ആത്മാക്കൾ വിട്ടുപോകും. ഒട്ടവിട്ടൊഴിഞ്ഞവരെ പോലെ ആത്മാവിൽ, മനസ്സിൽ, ശരീരത്തിൽ സ്വതന്ത്രമാകട്ടെ. മനസ്സിന്റെ ചിന്തകളെ പറ്റിപ്പിടിക്കുന്ന നെഗറ്റിവിറ്റി ഇന്ന് പകൽ പുറത്തു പോട്ടെ. ദൈവിക അഭിഷേകം ഓർപ്പിച്ച പോലെ ആ റൂമിൽ നിന്ന് അതിനെ പുറത്താക്കട്ടെ. ദൈവിക പരിജ്ഞാനം, അഭിഷേകദാസി ഓർപ്പിച്ച പോലെ ദൈവിക ജ്ഞാനം സഭയുടെ മേൽ വന്നു വീഴട്ടെ. ഇരുളുകൾ ശാസിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ തേജസ് മേലിരിക്കയാൽ ഉയരങ്ങളിൽ പറന്നിടും. സമപാഠം. ദൈവത്തിന്റെ തേജസ് മേലുദിക്കയാൽ ഉയരങ്ങളിൽ പറന്നിടും. മേലെ ഉയരെ 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 പറക്കും. ഉയരെ 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 പറക്കും. ഉയരെ 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 പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. മേലെ ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും.
മരുഭൂമിയിൽ ചുറ്റുകാലം തീർന്നുപോയല്ലോ, അതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. മരുഭൂമിയിൽ പോയല്ലോ, അതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. ദൈവത്തിന്റെ പേര് എന്നേലുദിക്കയാ, ഉയരങ്ങളിൽ പറന്നിടുവേ. ദൈവത്തിന്റെ പേര് എന്നേലുദിക്കയാ, ഉയരങ്ങളിൽ പറന്നിടുവേ. ഉയരേ 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 ഞാൻ പറക്കും, 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 ഉയരേ ഉയരേ ഞാൻ പറക്കും, ഉയരേ 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 ഞാൻ പറക്കും. ആരാഗ്രഹദിനങ്ങൾ തീർന്നുപോയല്ലോ, അടയ്ക്കപ്പെട്ട നാളുകൾ ഇനിമേലില്ലല്ലോ. ആരാഗ്രഹദിനങ്ങൾ തീർന്നുപോയല്ലോ, അടയ്ക്കപ്പെട്ട നാളുകൾ ഇനിമേലില്ലല്ലോ. ദൈവത്തിന്റെ പേര് എന്നേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുവേ. ദൈവത്തിന്റെ പേര് എന്നേലുദിച്ചതാ. ഉയരേ 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 ഞാൻ പറക്കും, 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 ഉയരേ 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 ഞാൻ പറക്കും. ഇന്ന് വലിയ ആധരങ്ങൾ അടഞ്ഞുപോയല്ലോ, ചൂരച്ചെടിയിൽ അവസ്ഥകൾ ഇനിമേലില്ലല്ലോ. വലിയ ആധരങ്ങൾ ചൂരച്ചെടിയിൽ അവസ്ഥകൾ ഇനിമേലില്ലല്ലോ. ദൈവത്തിന്റെ പേര് എന്നേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുവേ. ദൈവത്തിന്റെ പേര് ഉയരങ്ങളിൽ പറന്നിടുവേ. ഉയരേ 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 ഞാൻ പറക്കും, ഉയരേ 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 ഞാൻ പറക്കും, ഉയരേ 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 ഞാൻ പറക്കും, ഉയരേ 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 പറക്കും, ഉയരേ 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 ഞാൻ 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 പറക്കും. ഇതു ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇതു ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ പേര് എന്നേലുദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുവേ. ദൈവത്തിന്റെ പേര് ഉയരങ്ങളിൽ പറന്നിടുവേ. ഉയരേ ഉയരേ ഞാൻ പറക്കും, ഉയരേ 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 ഉയരേ ഞാൻ പറക്കും, ഉയരേ 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 ഞാൻ പറക്കും, ഉയരേ മൂന്നാം ഞായറാഴ്ച ഇറങ്ങുന്നു. ഉയരേ 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 പറക്കും, ഉയരേ പറക്കും, ഉയരേ ഉയരേ ദൈവമഹത്വം പറക്കും. സഭയുടെ മൂന്നാം ഞായറാഴ്ച ഇറങ്ങി വരുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക. ധീര 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 മാഷ മാസി കടമ സമനെ ഹത്തെ ധീര
ശക്തിയോടെ ദൈവിക വാഗ്ദത്തങ്ങൾ proclaim ചെയ്യട്ടെ. അത് സഭ പ്രഖ്യാപിക്കട്ടെ. ജനുവരി മാസം, ഈ ആദ്യത്തെ മാസത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ച ലവ് ഫീസ് ഫാമിലിക്ക് യേശുവിനെ സ്നേഹിക്കുന്ന ഓരോ ദൈവത്തിന്റെ മക്കളും വളരെ വിലപിടിപ്പുള്ളൊരു ദിവസമാണ്. വളരെ വിലപിടിപ്പുള്ളൊരു സെഷൻ നമുക്ക് വേണ്ടി കർത്താവ് തന്നു. അനുഗ്രഹീത അഭിഷക്ത ഗണത്തെ അയച്ച് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തൊട്ട് ഇടപെട്ട ദൈവകൃപ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിക്കണം. മുൻവിധിയില്ലാതെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവിലെ വചനങ്ങളെല്ലാം സ്വീകരിച്ച് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു, ഇവിടെ ഇന്ന് പകൽ വെളിപ്പെട്ട് വന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് ചാടിപ്പുറപ്പെട്ട വചനങ്ങൾ ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കേട്ടതുപോലെ ആവശ്യമില്ലാത്ത എല്ലാ നെഗറ്റിവിറ്റിയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഇന്ന് പകൽ വചനം പറിച്ചെടുക്കുകയാണ്. ആത്മാവിലെ വിടുതലുകൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഒരു 2-3 മിനിറ്റ് കൂടെ ഹല്ലേലൂയ. മീറ്റിംഗ് ഇപ്പോൾ നിർത്താൻ തോന്നുന്നില്ല. ഒരു ഡെലിവറൻസ് സംഭവിക്കുകയാണ്. നീണ്ട നാളുകളായി വെട്ടുക്കിളിയും തുള്ളനും തിന്ന് ശേഷിപ്പിച്ച വർഷങ്ങൾ ഇന്ന് തൊട്ട് ദൈവം നിനക്ക് മടങ്ങിത്തരാൻ പോവുകയാണ്. നിന്റെ ജീവിതം ശരിയാകത്തില്ല. നിരാശയ്ക്കകത്ത് പൂട്ടിയ ചില മാനസിക മണ്ഡലങ്ങളിലെ തടവറകളെ ഇന്ന് പകൽ സ്വർഗം അഴിക്കുകയാണ്. 2-3 മിനിറ്റ് കൂടെ സഭ ആത്മാവിൽ നിന്നോ ചില ഡെലിവറൻസുകൾ സംഭവിക്കുന്നു. അത് മാനസിക തലങ്ങളിലാണ്. ശരീരാത്മദേഹികളിലേക്ക്, ആത്മാദേഹി ശരീരത്തിലേക്ക് ആ വിടുതൽ ഇപ്പോൾ ചലിക്കട്ടെ. അവരുടെ സമസ്ത അവരുടെ കുടുംബജീവിതത്തിലേക്ക്, തലമുറകളിലേക്ക് ആ വിടുതൽ ചലിക്കട്ടെ. ഓ മിനിസ്ട്രി ഏരിയയിലേക്ക് ചലിക്കട്ടെ. ഓ റബ ഹതല ഘടകാസി ഭൗതിക മേഖലകളിലേക്ക് ആ വിടുതൽ ചലിക്കട്ടെ.
ഇവിടെ വിട്ട പ്രൊഫറ്റിക് വേർഡുകൾ റിലീസ് ചെയ്യുന്നു. തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ഒരുങ്ങുന്നു. അത്ഭുതങ്ങൾക്ക് വേണ്ടി സാഹചര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ റെഡിയാകട്ടെ. നിന്റെ വയറ്റിൽ ഉരുവായത് പുറത്തു വരും. അത് 9 മാസം, അതിന് കാലാവധിയുണ്ട്. അത് പുറത്തു വന്നിരിക്കും. വിടുതലിന് ഒരു കാലാവധിയുണ്ട്. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായെങ്കിൽ 9 മാസം 10 ദിവസങ്ങൾ, അതൊരു കാലാവധിയാ. അതിനിടയിൽ വിടുതലിനും നിന്റെ അകത്ത് നടന്ന ജനനത്തിനും പ്രോമിസുകൾ നീ കേട്ടു. പക്ഷെ അത് വിടുതലായി പുറത്തു വരാൻ ഒരു കാലാവധിയുണ്ട്. അതിനിപ്പുറത്ത് സാത്താൻ ജനത്തെ പൂട്ടുന്ന ഒന്നാമത്തെ തന്ത്രം, സ്ട്രാറ്റജി, ലാക്ക് ഓഫ് വിസ്ഡം. ഞാനും നീ സന്തോഷിക്കല്ലേ, ഞാനും നീ ആരാധിക്കല്ലേ, ഞാനും നീ പിറുപിറുക്കണം. ഇതാണ് സാത്താന്റെ സ്കീം. എന്നാൽ ഇന്ന് പകൽ ഇവിടെ കേട്ട വചനപ്രകാരം ഒരു ജ്ഞാനം തന്റെ ജനത്തിന്മേൽ വന്ന് വീഴുക. എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻ നിൽക്കുമ്പോഴും പറയാ, ഞാൻ സന്തോഷിക്കും. അതെന്റെ ചോയ്സാ. ഞാൻ സന്തോഷിക്കും, ഞാൻ സന്തോഷിക്കും, ഞാൻ സന്തോഷിക്കും. വായി തുറന്ന് പ്രൊഫസി പറഞ്ഞാട്ടെ, പ്രവചിച്ചാട്ടെ, ഞാൻ സന്തോഷിക്കും. വെറുതെ സന്തോഷിക്കുകയല്ല, ഞാൻ കർത്താവിൽ സന്തോഷിക്കും, ഞാൻ ആത്മാവിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. തലമുറകളെ കാണിച്ച്, ഭൗതികത്തെ കാണിച്ച്, നെഗറ്റീവിനെ കാണിച്ച്, നെഗറ്റിവിറ്റി മൊത്തം മുന്നിൽ കൊണ്ടുവന്ന് നിന്നെ തളർത്തുന്ന ആ ദുരാത്മാവ് ഇന്ന് പകൽ ഈ 3-ാം ഞായറാഴ്ച വെട്ടപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെളിപ്പെട്ട വചനപ്രകാരം ഇന്ന് പകൽ അത് ഉഠയട്ടെ. ജീസസ്. പ്രോമിസിനും വിടുതലിനും ഇടയിലുള്ളത് ഒരു പ്രോസസ്സാണ്. പ്രോസസ്സിലൂടെ പോകുന്ന ആളുകളെ സാത്താൻ എപ്പോഴും ചെയ്യുന്നത്, പരിജ്ഞാനമില്ലായാൽ എൻ്റെ ജനം നശിച്ചു പോകും. ആരാധിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ. വിടുതൽ കിട്ടിയാൽ സന്തോഷിക്കും, ലോകതത്വമാണ്. പക്ഷേ കർത്താവിൻ്റെ പ്രോമിസിൽ സന്തോഷിക്കാൻ ദൈവവൈതലിന് സാധിക്കും. എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ സഭയോട്, എൻ്റെ ദേശത്തോട് പറഞ്ഞത് ദൈവം പൂർത്തീകരിക്കും. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോ. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങുക. സഭയ്ക്ക് വേണ്ടി ഈ വർഷങ്ങൾ ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണിക്കും. അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. എല്ലാം നെഗറ്റീവ് നിൽക്കുമ്പോഴും സ്തുതിയുടെ, സ്തോത്രത്തിന്റെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ആ അറ്റ്മോസ്ഫിയർ എപ്പോഴും നിന്റെ വീടുകളിൽ ഉണർന്നു നിൽക്കട്ടെ, ഉയർന്നു നിൽക്കട്ടെ. കരമുയർത്തി നന്ദി പറഞ്ഞാട്ടെ. യേശുവിൻ നാമത്തിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് തന്ന പ്രോമിസ് വേർഡ് ഒരു പ്രാവശ്യം കൂടെ റിലീസ് ചെയ്യുന്നു. എഫേഷ്യൻസ് 3:9. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ഇപ്പോൾ ലവ് ഫീസിൽ തുറന്നു വരട്ടെ. കുടുംബങ്ങളിൽ ഓപ്പൺ ആക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളിൽ, യൗവനക്കാരിൽ ഓപ്പൺ ചെയ്യുന്നു. ലൈവിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ഈ വിസ്ഡം ഓപ്പൺ ചെയ്യുന്നു. ഇനി കേൾക്കുന്നവരുടെ മേൽ ഈ വിസ്ഡം ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത് തുറന്നു വരട്ടെ. അങ്ങനെ കർത്താവ് ചെയ്തിരിക്കുക. സ്തോത്രം. തന്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി വചനം വിഭാഗിക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ ഇന്ന് നിർത്തിയ അഭിഷക്ത ഗണത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ദാസിയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. തന്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. കൃപ അവരോട് കൂടിയിരിക്കട്ടെ. മീഡിയയിൽ ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ഈ ദൂതുകൾ, ദൈവിക ദൂതുകൾ കേൾക്കാൻ ഇനിയും ഇതിന് ശേഷവും വരുന്ന തന്റെ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവകൃപ എല്ലാവരോടും കൂടിയിരിക്കട്ടെ.